പ്പെട്ടിട്ടുള്ള എല്ലാവരെയും ഈ നിമിഷങ്ങളിൽ ഞങ്ങളുടെ മാതാപിതാക്കളെ, സഹോദരങ്ങളെ, ഞങ്ങളുടെ സുഹൃത്തുക്കളെ വേണ്ടി ആർക്കൊക്കെ വേണ്ടി പ്രാർത്ഥിക്കണമോ അവരെ എല്ലാവരെയും ചേർത്ത് വെക്കുന്ന ഈശോയെ, അതോടൊപ്പം ഈ ലോകത്തുള്ള സകല കഷ്ടപ്പെടുന്ന ആൾക്കാരെയും, പ്രത്യേകിച്ച് കോവിഡിന്റെ രോഗത്തിൽ എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ രാജ്യത്തെ പ്രത്യേകമായി സമർപ്പിക്കുന്നു ഈശോയെ. ഇനിയുള്ള ഇന്നത്തെ സെഷന് വേണ്ടി പ്രത്യേകമായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ജോണി ചായനെ പ്രത്യേകമായിട്ട് സമർപ്പിക്കുന്നു. ഞങ്ങളുടെ എല്ലാവരുടെയും ബുദ്ധിയെ പരിശുദ്ധാത്മാവിനെ അയച്ച് നീ അഭിഷേകം ചെയ്യുകയും തെളിയിക്കുകയും ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്ന് ജോണി ചായനയുടെ പങ്കുവയ്ക്കുന്ന കാര്യങ്ങളെല്ലാം ഞങ്ങൾക്ക് മനസ്സിലാകുന്നതിന് വേണ്ട വലിയ കൃപ തന്ന് ഞങ്ങളെ അനുഗ്രഹിക്കണമേ. അമ്മേ മാതാവേ, ജോണി ചായനെയും ഞങ്ങളെ എല്ലാവരെയും അമ്മയുടെ വിമല ഹൃദയത്തിലേക്ക് സമർപ്പിച്ചുകൊണ്ട് ഇനിയുള്ള സെഷനെ പൂർണ്ണമായിട്ടും അമ്മയുടെ മധ്യസ്ഥന് വിട്ടുതരുന്നു. എത്രയും ദയുള്ള മാതാവേ, അങ്ങേ സങ്കേതത്തിൽ ഓടി വന്ന് അങ്ങേ സഹായം തേടി അങ്ങേ മാധ്യസ്ഥ അപേക്ഷിച്ചവരിൽ ഒരുവനെങ്കിലും ഉപേക്ഷിച്ചായി കേട്ടില്ല എന്നോർക്കണമേ. കന്യകളുടെ രാജ്ഞിയായ കന്യകയെ, ദയുള്ള മാതാവേ, ഈ വിശ്വാസത്തിൽ ധൈര്യപ്പെട്ട് അങ്ങേ തൃപ്പാദങ്ങൾ ഞാൻ അണയുന്നു. നെടുവേർപ്പിട്ട് കടന്നീർ ചിന്തി പാപിയായി ഞാൻ അങ്ങയുടെ ദയാധികത്തെ കാത്തുകൊണ്ട് അങ്ങേ സ്നേഹത്തിൽ നിൽക്കുന്നു. അവതരിച്ച വചനത്തിന്റെ മാതാവേ, എന്റെ അപേക്ഷ ഉപേക്ഷിക്കാതെ ദയാപൂർവം കേട്ടല്ലണമേ. ആമേൻ. ഇന്നിപ്പോ ജോണി ചായൻ ക്ലാസ് എടുക്കുന്ന സമയത്ത് ഉണ്ടെന്ന് തോന്നുന്നു, അവരുടെ അറിവിലേക്കായിട്ട് പറയാണ്, നമ്മള് എല്ലാവരും മൈക്ക് മ്യൂട്ട് ചെയ്ത് വെക്കും. ബാൻഡ്വിഡ്ത്ത് ലോ ആണെങ്കിൽ വീഡിയോയും വേണമെന്നാണ്. ജോണി ചായന്റെ മൈക്ക് മാത്രമേ അൺമ്യൂട്ടഡ് ആയിരിക്കുള്ളൂ. പിന്നെ ഇടയ്ക്ക് ആർക്കെങ്കിലും ക്വസ്റ്റ്യൻ ചോദിക്കണമെന്നുണ്ടെങ്കിൽ ഒന്ന് നിങ്ങൾ ഹാൻഡ് റൈസ് ചെയ്താൽ മതി, അല്ലെങ്കിൽ അൺമ്യൂട്ട് ചെയ്ത് ചോദിക്കാം. അല്ലെങ്കിൽ അവസാനം ക്വസ്റ്റ്യൻ ആൻസറിന് വേണ്ടിയിട്ട് ഒരു അരമണിക്കൂറോളം സെഷൻ ഉണ്ടായിരിക്കും. അപ്പം എല്ലാവർക്കും ക്വസ്റ്റ്യൻ ചോദിക്കാവുന്നതാണ്. ഈശോമിശിഹായെ സ്തുതിയായിരിക്കട്ടെ. എപ്പോഴും സ്തുതിയായിരിക്കട്ടെ. ഈ ഒരു മിനിറ്റ് നമുക്ക് ഒന്നുകൂടെ ഞാൻ ജസ്റ്റ് എൻ്റെ വക ഒരു പ്രാർത്ഥനയും കൂടി. അതുകൊണ്ടാണ്, പരിശുദ്ധാത്മാവ് എഴുന്നള്ളി വരണമേ, അങ്ങയുടെ പ്രകാശം ഞങ്ങളിലേക്ക് ചൊരിയണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അയോഗ്യരും പാപികളുമായി ഈ ദാസർ ക്രിസ്തുവിന്റെ നാമത്തിൽ ഒരുമിച്ച് കൂടി അങ്ങയുടെ ആവാസത്തിനു വേണ്ടി കാത്തിരിക്കുന്നു. ദയതോന്നി ഞങ്ങളുടെ മേൽ വർഷിക്കുമാറാകണമേ. ഞങ്ങളുടെ കർത്താവായ ഈശോ മിശിഹായുടെ നാമത്തിൽ ഞങ്ങൾ പരിശുദ്ധാത്മ വർഷത്തിനു വേണ്ടി സമർപ്പിക്കുന്ന ഈ പ്രാർത്ഥന സ്നേഹമുള്ള പിതാവേ, സദയം കേട്ടരുളണമേ. ആമേൻ. നമ്മള് ഇന്ന് ഈ ദൈവത്തിന്റെ വചനം എന്ന അതേ അപ്പസ്തോലിക പ്രബോധനത്തിന്റെ 3-ാം ഭാഗത്തിലേക്ക് കടക്കുകയാണ്. പലപ്പോഴും ഈ നമുക്ക് ഇഷ്ടമില്ലാത്തൊരു വിഷയം പറയാൻ വേണ്ടി വരുന്ന ഒരു ഇടയ്ക്ക് കളിയുടെ അവർ കിട്ടുമ്പോ വരുന്ന കണക്ക് സാറിന്റെ പോലെ ആയിരിക്കും എന്റെ ഒരു റോളെന്നായിരിക്കും തോന്നുന്നത്. കാരണം ഇത് ഏകദേശം ഇപ്പം നിങ്ങൾ ദൈവത്തിന്റെ വചനം എന്ന് കേട്ടോ 8 ക്ലാസ് കേട്ടു. പക്ഷെ ഈ 8 ക്ലാസ്സിലും ബെനഡിക്ടോസ് 16-ാമൻ തിരുമേനി വളരെ ബോധപൂർവമായി ആസൂത്രണം ചെയ്ത ഒരു പദ്ധതിയെ കുറിച്ചിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ദൈവത്തിന്റെ വചനം എന്നതായിരുന്നു 1-ാം ഭാഗം. അതിന് നമ്മൾ, എനിക്ക് തോന്നുന്നു 3 എണ്ണമാണ് എടുത്തത്, 3 ക്ലാസ് എടുത്തത്. രണ്ടാമത് സഭയിൽ ദൈവത്തിന്റെ വചനം, സഭയിൽ വചനം എന്നുള്ളതായിരുന്നു. ഇത് രണ്ടും പഠിക്കുമ്പോൾ സ്വാഭാവികമായും നമുക്കുണ്ടാകാവുന്ന ഒരു സംശയം, ഇതൊക്കെ ആശയത്തിന്റെ തലത്തിലുള്ളതല്ലേ? ഒക്കെ 100% അംഗീകരിക്കുന്നു. ഇതിങ്ങനെ പഠിക്കുകയും സ്വാംശീകരിക്കുകയും ചെയ്യുമ്പോൾ അതിന്റെ മഹത്വം മനസ്സിലാക്കാനും അനന്യത മനസ്സിലാക്കാനും വചനത്തിന്റെ എന്താ പറയുക, സാക്രമെന്റാലിറ്റി, അത് നമ്മൾ ആ പദം ഒരിക്കലും വിട്ടുപോകരുത്, മനസ്സിലാക്കാനും സാക്രമെന്റ്സ് എത്രമാത്രം വചന നിബദ്ധമാണെന്ന് മനസ്സിലാക്കാനും ഓരോ കൂദാശകളും എങ്ങനെ വചനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു, വചനത്തിന്റെ വിശാലമായ അർത്ഥമെന്ത്, വചനത്തിന്റെ പരിപ്രേക്ഷ്യത്തിൽ നമ്മൾ എങ്ങനെ സഭയെ സമീപിക്കണം, സഭയുടെ പശ്ചാത്തലത്തിൽ എങ്ങനെ വചനത്തെ സമീപിക്കണം, ഇതൊക്കെ പറയുമ്പോൾ ഇതിങ്ങനെ ആഴത്തിൽ പഠിച്ചിട്ട് ഇപ്പൊ എന്താ എന്നൊരു ചോദ്യം ഉണ്ടാവും. ആ ചോദ്യത്തിന്റെ ഉത്തരമാണ് ഇനിയുള്ള ക്ലാസ്സുകൾ. ലോകത്തിൽ വചനം എന്നത് പറയാൻ വേണ്ടിയുള്ള സുദീർഘവും കൃത്യമായി പദ്ധതിയിട്ടതുമായ ഒരു പാഠഭാഗമാണ് ഇത്രയും കാലം നമ്മൾ കഴിഞ്ഞത്. നമ്മൾ
അറ്റൻഡ് ചെയ്തത് എന്നുള്ളതാണ് സത്യം. വെർബം മുന്തോ ഈ ഭാഗത്തില് ദൈവത്തിന്റെ വചനത്തിന്റെ പ്രായോഗികത എന്റെ ജീവിതത്തിൽ, അപരന്റെ ജീവിതത്തിൽ ലോകത്തിനെ മാറ്റിമറിക്കാനുള്ള നമ്മുടെ ഒരു ടൂൾ എന്ന നിലയ്ക്ക് ക്രിസ്തോന്മുഖമായി ലോകത്തെ രൂപാന്തരപ്പെടുത്താനുള്ള ക്രൈസ്തവന്റെ ചുമതലയുടെ യഥാർത്ഥ ഉപകരണം എന്ന നിലയ്ക്ക്, സഹായി എന്ന നിലയ്ക്ക് ദൈവവചനം എങ്ങനെയാണ്, ഇത് ഞാൻ പ്രസംഗിക്കേണ്ടതാണോ, ഞാൻ സ്വാംശീകരിക്കേണ്ടതാണോ, ഈ വക കാര്യങ്ങളിലേക്കാണ് ഇനി മാർപ്പാപ്പ നമ്മളെ കൊണ്ടുചെല്ലുന്നത്. ഇതിന്റെ ഒരു കീവേഡ് ആയിട്ട് പറയുന്നത് വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷത്തിന്റെ 1:18. ദൈവത്തെ ആരും ഒരിക്കലും കണ്ടിട്ടില്ല. പിതാവുമായി ഗാഠബന്ധം പുലർത്തുന്ന ദൈവം തന്നെയായ ഏകജാതനാണ് അവിടുത്തെ വെളിപ്പെടുത്തിയത്. ദൈവം തന്നെയായ ഏകജാതനാണ്. വളരെ കൗതുകത്തിന് വേണ്ടി, അതായത് ഔട്ട് ഓഫ് സിലബസ് ആയിട്ട് സംസാരിക്കുന്നതിൽ കുഴപ്പമില്ലല്ലോ, അതുകൊണ്ടാണ് ഒരു കൗതുകത്തിന് വേണ്ടി പറയാം. ഈ ദൈവം തന്നെയായ പദം പല സുവിശേഷത്തിലും ഇല്ല. അത് ഈശോ മിശിഹാ ദൈവം അല്ലെന്നുള്ളതിന്റെ തെളിവൊന്നുമല്ല. അത് എങ്ങനെയാണത് ഒരു വചനം എങ്ങനെയാണ് നമ്മൾ തർജ്ജമപ്പെടുത്തുമ്പോൾ അതിന്റെ അർത്ഥം ശോഷിക്കപ്പെടുന്നത് എന്നുള്ളതിന്റെ ഒരു തെളിവായിട്ടും കൂടെയാണ് അത് ഉണ്ടാവുക. നമ്മള് ഭാഷാന്തരം ചെയ്യുന്ന തിരുവെഴുത്തുകളെ കുറിച്ചിട്ടും അതിന്റെ യഥാർത്ഥ ഭാഷയിൽ തന്നെ മനസ്സിലാക്കേണ്ടതിന്റെ ആവശ്യകതയെ കുറിച്ചും ഒക്കെ നമ്മൾ സംസാരിച്ചത്. അതുകൊണ്ട് ലൈറ്റ് ക്ലാസ്സിനോടാണ് ഞാൻ സംസാരിക്കുന്നത്. ഈ ദൈവം തന്നെയായ എന്നുള്ളത് ബോധപൂർവം ഇല്ലാത്ത ഒരാളേ ഉള്ളൂ. അത് പുതിയ ലോക തിരുവെഴുത്തുകളുടെ ഭാഷാന്തരം എന്ന യഹോവായ സാക്ഷികളുടെ പുസ്തകത്തിലാണ് ദൈവത്തിന്റെ വലതുവശത്തിരിക്കുന്ന എന്നാണ് പറഞ്ഞിരിക്കുന്നത്. വലതുവശത്തേക്ക് മാറ്റി വെച്ചു, ദൈവത്തിന്റെ വലതുവശത്തേക്ക്. അപ്പൊ ഒരു കാര്യമുണ്ട്, ദൈവത്തിന്റെ വലതുവശത്ത് നിന്നാണോ ഉള്ളത്? ഇൻ ദ ബോസം എന്നാണ്. ഗ്രീക്കില് കോൾപോസ് എന്ന വാക്കാണ് അതിന് ഉപയോഗിക്കുന്നത്. അതിന് കൃത്യമായ ഇംഗ്ലീഷ് പരിഭാഷയുണ്ട്. അത് ഇൻ ഫ്രണ്ട് ഓഫ് ദ ബോഡി ബിറ്റ്വീൻ ആംസ്. ശരീരത്തിന്റെ മുമ്പില് രണ്ട് കൈകളുടെ ഇടയിൽ, അതായത് മടിയിൽ. ഇത് ഒരുപാട് ഭാഷാന്തരങ്ങളില് ഉള്ളത് അവന്റെ വലതുവശത്തിരിക്കുന്ന, അവന്റെ വലതുവശത്തിരിക്കുന്ന അതിന് മാത്രമേ ഉള്ളൂ ഞാൻ മനസ്സിലാക്കുന്നത്. ഇപ്പൊ KJV-യിലാണെങ്കിലും ഉൾഗാത്തയിലാണെങ്കിൽ പോലും ഉള്ളത് മടിയിലിരിക്കുന്ന പുത്രൻ എന്നുള്ള അർത്ഥത്തിലാണ്. എന്നാൽ ഷീത്തായും ഉൾഗാത്തായും തമ്മിലുള്ള വ്യത്യാസമല്ല, അതിന്റെ ആ ട്യൂണുകൾ, രണ്ട് സുവിശേഷ സരണികൾ, അതിനെക്കുറിച്ചൊക്കെ നമ്മൾ കണ്ടതാ. ഷീത്ത പറയുന്നത് ഇപ്രകാരമാണ്: ഒരു മനുഷ്യനും ദൈവത്തെ ഒരിക്കലും കണ്ടിട്ടില്ല, തന്റെ പിതാവിന്റെ മടിയിലിരിക്കുന്ന, അത്രയും പറഞ്ഞു. അതായത് കോൾപോസ് എന്നത് അവിടെ എഴുതി. പിന്നെ പറഞ്ഞിരിക്കുന്നു ഏകജാതനായ ആ ദൈവമാണ് അവനെ വെളിപ്പെടുത്തിയത്. അപ്പൊ രണ്ടും വന്നു. ഇത് ഞാൻ പറഞ്ഞത് കൗതുകത്തിന് വേണ്ടി മാത്രമാണ്. ഏകജാതനായ അവന്റെ അവിടുത്തെ മടിയിലിരിക്കുന്ന ദൈവം തന്നെയായ ഏകജാതനാണ് വെളിപ്പെടുത്തിയത് എന്നതാണ് ഇതിന്റെ കീ. അതായത് 3 സംഗതികൾ അവിടെ 3 ഘട്ടങ്ങളുണ്ട്. ഒന്ന് പിതാവ്, 2 ആ പിതാവിന്റെ മടിയിലിരിക്കുന്ന, പിതാവിൽ ഒന്നു ചേർന്നിരിക്കുന്ന ദൈവം തന്നെയായ പുത്രൻ. ആ പുത്രൻ വെളിപ്പെടുത്തുന്നു. ഈ 3 കാര്യങ്ങളെ സംബന്ധിക്കുന്ന, പിതാവിനെ സംബന്ധിച്ച് നമ്മൾ ആദ്യത്തെ ഇതിൽ കണ്ടു, ദൈവഭൂം എന്ന ഭാഗത്ത് നമ്മൾ കണ്ടു. രണ്ടാമത്തേത് സഭയിലൂടെ അവിടുന്ന് വെളിപ്പെടുത്തുന്നതിനെ കണ്ടു. ഇനി ആ വെളിപ്പെടുത്തൽ എപ്രകാരമാണ് ലോകത്തിലേക്ക് എന്നുള്ളതാണ് നമ്മൾ കാണാൻ പോകുന്ന കാര്യം. അപ്പോ ഇതിലാകെ 35 ഖണ്ഡികകളാണ് ഇനി നമുക്ക് ബാക്കിയുള്ളത്. ഈ 35 ഖണ്ഡികകളില് ദൈവവചനം ലോകത്തിലേക്ക് എത്തിക്കുന്നതിനെ സംബന്ധിച്ചിട്ട് മാത്രമാണുള്ളത്. അതില്
ആദ്യത്തെ ഒരു 108 വരെയുള്ള 90 മുതൽ 98 വരെയുള്ളത് ലോകത്തിലേക്ക് ദൈവവചനം എത്തിക്കുന്നതിനെ സംബന്ധിച്ചിട്ടാണ്. പിന്നീട് ദൈവവചനവും ലോകത്തിലെ പ്രതിബദ്ധതകൾ, കമ്മിറ്റ്മെന്റ് എന്ന അർത്ഥത്തിലാണ് പ്രതിബദ്ധത എന്ന് ഉപയോഗിച്ചിരിക്കുന്നത്. പിന്നെ ദൈവവചനവും സംസ്കാരവും ഏറെ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു എരിപൊരി സബ്ജക്റ്റ് ആണത്. സംസ്കാരം, സാംസ്കാരികാനുരൂപണം ഒക്കെ ഉള്ളത്. പിന്നെ ദൈവവചനവും മതാന്തര സംവാദവും, പിന്നെ ഉപസംഹാരം എന്ന സംഹാരത്തോടു കൂടി സംഗതി അവസാനിക്കുക. അപ്പൊ നമ്മള് അധികം സമയം കളയാതെ ഇത്ര ആമുഖമായിട്ട് പറഞ്ഞുകൊണ്ട് നമ്മൾ 90 മുതലുള്ള ദൈവത്തിന്റെ ക്രിസ്തുവിന്റെ വചനം, ദൈവത്തിന്റെ വചനം പിതാവിൽ നിന്ന് ഉത്ഭവിച്ച് പിതാവിലേക്ക് മടങ്ങുന്ന വചനമാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ സുവിശേഷം ഈ ഖണ്ഡിക ആരംഭിക്കുന്നത്. ക്ഷമിക്കണം. പിതാവിൽ നിന്ന് ഉത്ഭവിച്ച് പിതാവിലേക്ക് മടങ്ങുന്ന വചനം മാത്രമല്ല, അതിന് ഒരു ആ സംഗതിക്ക് ഒരു സർവസ്പർശിയായ അർത്ഥതലവും കൂടിയുണ്ട്. സർവസ്പർശിയായ അർത്ഥതലവും കൂടെയുണ്ട്. അതായത് ദൈവത്തിന്റെ വചനത്താൽ സകലതും സൃഷ്ടിക്കപ്പെട്ടു എന്നുള്ളത് നമുക്കറിയാമല്ലോ എന്നൊരു വാക്ക് നമ്മൾക്ക് ഓർമ്മിക്കുന്നുണ്ടാവും. അതനുസരിച്ച് ദൈവവചനത്തിന്റെ അനന്തര ഫലമായിട്ടാണ് ഞാനും നിങ്ങളും എല്ലാവരും സൃഷ്ടിക്കപ്പെട്ടത്. സൃഷ്ടി അനുസ്യൂതം വചനത്താൽ തുടരപ്പെട്ടുകൊണ്ടിരിക്കുക. അതുകൊണ്ട് ഇതൊരു സർവസ്പർശിയായ തലക്കെട്ട. അതായത് ഒരേ സമയം ആദ്യമായി അത് ക്രിസ്തുവിനെ സാക്ഷിക്കുന്നു, രണ്ടാമതായി അത് നമ്മൾ ഓരോരുത്തരെയും സാക്ഷിക്കുന്നു. ദൈവത്തിൽ നിന്ന് പുറപ്പെടുകയും ദൈവത്തിലേക്ക് തിരിച്ചു പോവുകയും ചെയ്യേണ്ടുന്ന സൃഷ്ടിയുടെ അപ്രതിരോധ്യമായ വിധിയെക്കുറിച്ച് പോലും ഇത് സൂചിപ്പിക്കുന്നു. അപ്പോ ഇനി അടുത്തതായിട്ട് ഈ 90ാമത്തെ ഖണ്ഡിക ഇത്തിരി ദൈർഘ്യമുള്ളതാണ്. മാത്രമല്ല അത് ദൈവശാസ്ത്രപരമായ പല കാര്യങ്ങളെ ഉൾക്കൊള്ളുന്നതുമാണ്. അതുകൊണ്ട് ഞാൻ പതുക്കെ അത് ഒന്ന് വിശദീകരിക്കാൻ ശ്രമിക്കുക. ക്രൈസ്തവ വിശ്വാസത്തിന് പൂർവാപര വിരുദ്ധമായ ഒന്നിനോട് ഒന്ന് വിരുദ്ധമായ 2 സ്റ്റേറ്റ്മെന്റുകളുണ്ട്, ഫണ്ടമെന്റൽ പാരഡോക്സ് ഉണ്ട്. ഒന്നാമത്തേത് ഇതാണ്: ദൈവത്തെ ആരും ഒരിക്കലും കണ്ടിട്ടില്ല. ദൈവത്തെ ആരും ഒരിക്കലും കണ്ടിട്ടില്ല. സങ്കല്പത്തിനും ആശയത്തിനും വാക്കിനും ഉപരിയാണ് അവിടുന്ന്. എന്തുകൊണ്ടാണ്? സൃഷ്ടപ്രപഞ്ചത്തിലെ ഒന്നിനും അവിടുത്തെ വിശദീകരിക്കാൻ സാധ്യമല്ലാത്തത്? അതിനൊരു കൃത്യമായ ഉത്തരവുണ്ട്. ദൈവ സെമ്പർ മെയ്യോർ. ദൈവം എപ്പോഴും എല്ലാത്തിനേക്കാളും വലിയവനാണ്. ദൈവം എപ്പോഴും എല്ലാത്തിനേക്കാളും വലിയവനാണ്. അതുകൊണ്ട് ദൈവം എന്നത് നിർവചനാതീതനാണ്, സ്വാംശീകരണാതീതനാണ്. എനിക്ക് എത്ര നേരം മനസ്സിലാക്കാൻ പറയണ്ട, എനിക്ക് മനസ്സിലായാ മതി. നടക്കൂല. അതായത് ഒരു സൃഷ്ടിക്കും ദൈവത്തെ നിർവചിക്കാനോ പൂർണ്ണമായ അർത്ഥത്തിൽ സ്വാംശീകരിക്കാനോ, ആ സൃഷ്ടിക്ക് മനസ്സിലാകുന്ന മാതിരിയും സൃഷ്ടിക്ക് ദൈവം അനുവദിക്കുന്ന മാതിരിയും സ്വാംശീകരണം നടക്കും, മനസ്സിലാക്കുകയും ചെയ്യും. ഇതാണ് വിശുദ്ധ അഗസ്തീനോസിനെ പറ്റി പറയുന്ന അതിമനോഹരമായ ഒരു കഥ. നിങ്ങൾക്ക് അറിയാവുന്നതുകൊണ്ട് ഞാനത് പറയുന്നില്ല. ത്രിത്വം എന്താണെന്ന് ചിന്തിച്ച അഗസ്തീനോസിനോട് ഒരു കുഞ്ഞു പറഞ്ഞ കഥ. എന്നാ പിന്നെ ഞാൻ ചെയ്യുന്നത് വ്യർത്ഥമാണെങ്കിൽ നീ ചെയ്യുന്നത് അതിനേക്കാൾ വ്യർത്ഥമാണ് എന്ന് ആ കടൽ തീരത്തിരുന്ന് കുഞ്ഞ് കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ കുഞ്ഞ് കടലിൽ നിന്ന് വെള്ളമെടുത്ത് കക്ക കൊണ്ട് ഈ കുഴിയിൽ നിറച്ച് കടൽ വെള്ളം വറ്റിക്കാനുള്ള ശ്രമമോ അങ്ങനെ എന്തോ ഒന്നും ഏർപ്പാടായിരുന്നു. ഏതായാലും വ്യർത്ഥം. അതുപോലെ ദൈവത്തെക്കുറിച്ച് സംസാരിക്കുന്നതും ചിന്തിക്കുന്നതും ചിന്തിക്കുന്നതല്ല, പൂർണ്ണമായി മനസ്സിലാക്കാൻ ശ്രമിക്കുന്നതും നിർവചിക്കാൻ ശ്രമിക്കുന്നതും അതിൻ്റെയൊക്കെ അപ്പുറത്താ ദൈവം. അതാണ് സ്റ്റേറ്റ്മെന്റ് നമ്പർ 1. ദൈവം എപ്പോഴും എല്ലാത്തിനേക്കാളും വലിയവനാണ്. സ്റ്റേറ്റ്മെന്റ് നമ്പർ 2 നമ്മള് വളരെ അടുത്ത ഒരു എപ്പോഴും അടുത്ത് പെരുമാറുന്ന ഒരു വചനമാണ്. വചനം മാംസമായി നമ്മുടെ ഇടയിൽ വസിച്ചു. ദൈവം തന്നെയായ വചനം മാംസമായി നമ്മുടെ ഇടയിൽ വസിച്ചു. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 1 എന്ന് പറയുന്ന അധ്യായം അത് മുഴുവൻ
ദൈവം സ്ഥലകാല പരിമിതികൾക്കുള്ളിലേക്ക് കണ്ടെയ്ൻ ചെയ്തതിന്റെ ചരിത്രമാണ്. ദൈവം തന്നെയായ യോഹന്നാന്റെ സുവിശേഷം 1:18, കൃപയും സത്യവും നിറഞ്ഞവൻ 14, കൃപയും സത്യവും തരാൻ വേണ്ടി വന്നു, നമുക്ക് നൽകാൻ വേണ്ടി വന്നു 17, അവൻ പൂർണ്ണനാണ് 16, അതിൽ നിന്ന് നാം കൃപ സ്വീകരിക്കുന്നു, അതും 16 തന്നെ. 1:15, 14, 15, 16, 17, 18. അസ്പർശിയും മനുഷ്യന്റെ സങ്കല്പത്തിന് അതീതനുമായ ദൈവത്തിന്റെ കാലത്തിനുള്ളിലേക്ക് അവിടുന്ന് വരികയും സ്പർശനാവുകയും അനുഭവവേദ്യനാവുകയും ചെയ്യുന്നതിന്റെ ചരിത്രത്തിലേക്കാണ് നമ്മൾ പ്രവേശിക്കുന്നത്. അതായത് ദൈവത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ ക്രിസ്തുവിനെ കുറിച്ചാണ് സംസാരിക്കുന്നത് എന്ന് പറയാൻ വേണ്ടിയാണ് മാർപ്പാപ്പ ഈ സമയം വിനിയോഗിക്കുന്നത്. വചനം തന്നെയായ അദ്ദേഹം പറയുന്ന ഒരു വിധത്തിൽ പറഞ്ഞാൽ നമ്മുടെ തലക്കകത്തേക്ക് ഒരു ഇത്തിരി കയറാൻ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യം, പക്ഷെ വളരെ എളുപ്പമാണ്, നമ്മളൊന്ന് ആലോചിച്ചാൽ എളുപ്പമാണ്. അവിടുന്ന് അദ്ദേഹം പറയുന്നത് ഇതാണ്: വചനം തന്നെയായ ദൈവം നമ്മുടെ മനുഷ്യ സ്വഭാവത്തോടെയാണ് പിതാവിലേക്ക് മടങ്ങി പോകുന്നത്. അതായത് വചനം വന്നു മനുഷ്യനായി, തിരിച്ച് വചനായിട്ടല്ല പോകുന്നത്. മനസ്സിലായോ? മനുഷ്യനായിട്ട് അവിടുന്ന് വന്നു കഴിഞ്ഞിട്ട് ഹി റീറ്റെയിൻഡ് ദാറ്റ് വൺ. മനുഷ്യ സ്വഭാവം, ഹ്യൂമൻ മനുഷ്യന്റെ സ്വഭാവത്തെ, അതായത് തന്റെ മനുഷ്യ സ്വഭാവത്തോടു കൂടിയാണ് പിതാവിലേക്ക് പോകുന്നത്. ആൻഡ് ഹിസ് റിട്ടേൺ ടു ഹിസ് ഫാദർ വിത്ത് അവർ ഹ്യൂമാനിറ്റി വിച്ച് ഹി ഹാസ് അസ്യൂംഡ് ഫോർ എവർ. അതാണ് അദ്ദേഹത്തിന്റെ വാക്ക്. എന്നേക്കുമായി അവിടുന്ന് കൈവരിച്ച ആ മനുഷ്യ സ്വഭാവം, അതാണ് മനുഷ്യ സ്വഭാവം സ്വീകരിച്ചത്. എന്നേക്കുമായതുകൊണ്ടാണ് എന്ത് ഹെബ്രായ ലേഖനത്തിന്റെ 4:15 നമ്മൾ കാണുന്നത് എന്ത്? നമ്മുടെ ബലഹീനതകളിൽ നമ്മളോട് സഹതപിക്കാൻ കഴിയാത്ത ഒരു പ്രധാനാചാര്യനല്ല നമുക്കുള്ളത് എന്ന് പറയുന്നത്. അവിടത്തേക്ക് അറിയാം മനുഷ്യന്റെ പതിത്വം എന്താണെന്ന് അവിടത്തേക്ക് അറിയാം. അവന്റെ വയ്യായ, ഒറ്റ മലയാളത്തിൽ പറഞ്ഞാൽ ഇതേ ഉള്ളൂ, അവന്റെ വയ്യായ എന്താണെന്നുള്ളത്, ദുർബലത എന്താണെന്നും അവന്റെ പരിമിതികൾ എന്താണെന്നും അവിടത്തേക്ക് അറിയാം. അടുത്തത്, പിതാവിനെ വെളിപ്പെടുത്തുന്നവനാണ് പുത്രൻ. അതല്ലേ ലയൻസിലെ വിശുദ്ധ ഐറേനിയസ് ആണ് അത് പറയുന്നത്. പിതാവിനെ പൂർണ്ണമായും നമുക്ക് വെളിപ്പെടുത്തുന്നവനാണ് പിതാവ്, അദ്ദേഹം. അതുകൊണ്ടാണല്ലോ ഫിലിപ്പോസ് ചോദിച്ചത്, പിതാവിനെ ഒന്ന് കാണിച്ചു തന്നാൽ മതി, ഞങ്ങൾക്ക് അത് മതി എന്ന് പറഞ്ഞപ്പോ ഫിലിപ്പോസ് വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 14:9 ഇത്രയും കാലം എന്നോട് കൂടി ഉണ്ടായിരുന്നിട്ടും ഫിലിപ്പോസേ, നീ എന്നെ അറിഞ്ഞില്ലേ? നീ എന്നെ കാണുന്നവൻ പിതാവിനെ കാണുന്നു. ഞാനാണ് വഴി, ഞാനാണ് സത്യം, എന്നിൽ പിതാവിന്റെ തികവ് അന്വേഷിച്ചാൽ മതി. അതിനപ്പുറത്തേക്ക് എന്നിലൂടെയാണ് പിതാവിലേക്ക് പോകുന്നത്. എന്നെ കാണുന്നവൻ പിതാവിനെ കാണുന്നു. അവൻ അദൃശ്യനായ ദൈവത്തിന്റെ പ്രതിരൂപമാണ്. കൊളോസി ലേഖനം 1:15. കൊളോസിയ ലേഖനം 1:15. നമ്മൾ ഈ മാർഗം ഉപയോഗിച്ചിട്ടാകട്ടോ കുർബാനയ്ക്ക് സ്ഥാപനവചനങ്ങൾ എടുക്കുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കിയാൽ മതി. കർത്താവായ ദൈവമേ, അങ്ങയിൽ മറഞ്ഞിരിക്കുന്ന ആത്മജാതനും അങ്ങയോട് സദൃശനും അങ്ങിൽ നിന്നുള്ള പ്രകാശവും അങ്ങയുടെ സത്തയുടെ പ്രതിച്ഛായയും അങ്ങയോടുള്ള സമാനത പരിഗണിക്കേണ്ട, മുറുകെ പിടിക്കേണ്ട കാര്യമായി പരിഗണിക്കാതെ, അതിനെക്കുറിച്ച് ഈ സമാനത മുറുകെ പിടിക്കേണ്ട കാര്യമായി പരിഗണിക്കാതെ എന്നുള്ളതിനെ പറ്റി അതിന്റെ മൂലാർത്ഥത്തിൽ പറഞ്ഞിരിക്കുന്നത് ഒരു വിശദീകരണത്തിൽ, ഒരിക്കലും ഒരു വ്യാഖ്യാനത്തിൽ വായിച്ചു കേട്ടു. മൈസേഴ്സ് ബൂട്ടി എന്നാണ് അതിനകത്ത് പറഞ്ഞിരിക്കുന്നത്. കൊള്ള മുതല് പിടിക്കുന്ന ഒരു പിഷ്കൻ ഉണ്ടല്ലോ, അവന്റെ ഒരു ഇതുണ്ടല്ലോ, അതുപോലെ ആർത്തിയോട് കൂടെ അള്ളിപ്പിടിക്കേണ്ടുന്ന കാര്യമായി പരിഗണിക്കുക. അതൊരു ശൈലിയാണ് കേട്ടോ, അല്ലാതെ അങ്ങനെയൊന്നും അതിനകത്ത് ഇല്ല. ആ ശൈലിയാണ് അത്ര ഇവിടെ പ്രയോഗിച്ചിരിക്കുന്നത്. അതുപോലെ അള്ളിപ്പിടിക്കേണ്ടുന്ന ഒരു കാര്യമായി പരിഗണിക്കാതെ അവൻ വന്നു എന്നാ പറയുന്നത്. അതായത് ക്രിസ്തുവിന് പിതാവുമായിട്ടുള്ള സമാനതയെ കുറിച്ച് പ്രഘോഷിച്ചുകൊണ്ടും അത് വിശ്വസിച്ചുകൊണ്ടും അതിനെ ആധാരമാക്കിയിട്ടുമാണ് നമ്മൾ ഈ സ്ഥാപനവചനങ്ങളിലേക്ക് കടന്നു പോകുന്നത്. അപ്പോ ഇതില് ബെനഡിക്ടോസ് 16 തിരുമേനി ഒരു ഫൈനൽ സ്റ്റേറ്റ്മെന്റിലേക്ക് വരികയാണ്. പിതാവിൽ നിന്ന് പുറപ്പെട്ട നിർണായകവും, ഇനി മലയാളം അറിയില്ലെങ്കിൽ കൃത്യം പറഞ്ഞാൽ ഡെഫിനിറ്റീവ്, ഫലപ്രദവുമായ എഫക്റ്റീവ് വാക്കാണ് യേശു. ഡെഫിനിറ്റീവ് ആൻഡ് എഫക്റ്റീവ്
നിർണായകവും ഫലപ്രദവുമായ വാക്കാണ് യേശു. പിതാവിൽ നിന്ന് വന്നു, പിതാവിന്റെ പക്കലേക്ക് മടങ്ങിപ്പോയി, പിതാവിന്റെ കൽപ്പന പൂർത്തിയാക്കി, അതിനുവേണ്ടി വന്നു. ആ കൽപ്പനയ്ക്ക് ശേഷം, ആ കൽപ്പന പൂർത്തിയാക്കുന്നതിന് ശേഷം അവിടുന്ന് പോയി. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 5:36, 37, 43 പിതാവിന്റെ കൽപ്പനകൾ അനുസരിച്ചിട്ട് അതിനുവേണ്ടി തന്നെ അവിടുന്ന് വന്നിരിക്കുന്നു. 19:30, 6:38, 15:10, 17:4 ഇതിലെല്ലാം പിതാവിന്റെ കൽപ്പനകൾ, പിതാവ് അത് പൂർത്തീകരിക്കാൻ വേണ്ടിയാണ് അവിടുന്ന് വന്നത് എന്നുള്ളതിനെ കുറിച്ച് വളരെ വസ്തുനിഷ്ഠമായിട്ട് അവിടുന്ന് പറഞ്ഞു വെക്കുകയാണ്. 19:30 അവിടുന്ന് പറയുന്നു, എല്ലാം പൂർത്തിയായി. അവിടുന്ന് തല ചെരിച്ച് തന്റെ ആത്മാവിനെ സമർപ്പിച്ചു എന്ന് പറയുമ്പോൾ പൂർത്തിയായത് അവന്റെ ജീവിത ചക്രമല്ല, പൂർത്തിയായത് പീഡാസഹനം മാത്രവുമല്ല, പൂർത്തിയായത് പിതാവിന്റെ കൽപ്പനകളുടെ അനുസരണമാണ്. ഇതാണ് നമ്മോട് ക്രിസ്തു വചനം ക്രിസ്തുവായി, യേശുവായി ഈ ഭൂമിയിലേക്ക് വന്ന് പൂർത്തീകരിച്ചതിനെ കുറിച്ചിട്ട് മാർപ്പാപ്പ 90-ാം ഖണ്ഡികയിൽ പറഞ്ഞു വെക്കുന്നത്. 91-ാമത്തെ ഖണ്ഡികയിൽ അദ്ദേഹം പറയുന്നു, പ്രത്യാശയുടെ വചനം ലോകത്തിനോട് പ്രഘോഷിക്കുക എന്നതാണ് നമ്മുടെ വിഷയം എന്ന് പറഞ്ഞ് അവിടെ നിന്ന് ആരംഭിക്കുന്നു. പ്രത്യാശയുടെ വചനം ലോകത്തോട് പ്രഘോഷിക്കുകയാണ് നമ്മുടെ യഥാർത്ഥത്തിലുള്ള കർത്തവ്യം. ഭൂമിയുടെ മുഖത്തെ രൂപാന്തരപ്പെടുത്തുന്ന ദൈവിക ജീവനായിട്ടാണ് ദൈവവചനം നമുക്ക് നൽകപ്പെട്ടിരിക്കുന്നത്. ഭൂമിയെ എങ്ങനെ നവീകരിക്കുന്നു എന്ന് ചോദിച്ചാൽ, നോക്കൂ, ഞാൻ സർവവും നവീകരിക്കുന്നു. വെളിപാടിന്റെ പുസ്തകം 21-ാം അധ്യായം 5-ാം തിരുവചനം. ഇതിന് പല അർത്ഥതലങ്ങളുണ്ട് ഈ നവീകരണം എന്ന് പറയുന്നത്. ഇപ്പൊ നമ്മള് നവീകരണം എന്ന് പറഞ്ഞാൽ എന്താന്ന് ചോദിച്ചാൽ ഉടനെ തന്നെ നമ്മൾ പറയും അത് കരിസ്മാറ്റിക് അല്ലെങ്കിൽ ഇങ്ങനെയുള്ള വരങ്ങൾ ഉപയോഗിച്ചിട്ടുള്ള ഒരു തലം. നവീകരിക്കുന്നു എന്നുള്ളതിന് എസ്കറ്റോളജിക്കൽ ഡയമെൻഷൻ ഉണ്ട്. ഈ ഭൂമുഖത്തെ നവീകരിച്ച് ഭൂമി ക്രിസ്തുവിൽ പുതിയതാകുന്ന, പുതിയ ആകാശവും പുതിയ ഭൂമിയും സർവ സൃഷ്ടജാലങ്ങളും ക്രിസ്തുവിൽ പൂർണ്ണത തേടുന്ന മറ്റൊരവസ്ഥയിലേക്ക് വരുന്നു. അങ്ങനെ ഒരു എസ്കറ്റോളജിക്കൽ ഇന്റർപ്രിട്ടേഷൻ ഉണ്ട്. ഇനി വേറൊന്ന്, ഭൂമുഖത്തെ സകലതും ഞാൻ നവീകരിക്കുന്നു എന്നത് എൻ്റെ ജീവിതത്തിൽ, ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ വരുന്നുണ്ട്. നമ്മൾ ധാരാളം സാക്ഷ്യങ്ങൾ കേട്ടിട്ടുണ്ട്, നമ്മുടെ ജീവിതത്തിൽ തന്നെ ഉണ്ടല്ലോ. വേറൊന്ന്, നവീകരിക്കുന്നു എന്ന് പറയുമ്പോൾ ആദാമിന്റെ മകനായി ഉത്ഭവഭാവത്തോടു കൂടി ജനിച്ച നമുക്കെല്ലാവർക്കും ഒരു നവീകൃതമായ ഒരു ജന്മം നൽകിയിട്ടുണ്ട്. അങ്ങനെ ഒരു നവീകരണം ഉണ്ട്. ഇനി സാമൂഹികമായ നവീകരണം എന്ന് പറയുന്ന ഒന്നുണ്ട്. സാമൂഹികമായ നവീകരണം എന്ന് പറയുന്നത് കൂടുതൽ മനുഷ്യന്റെ മഹത്വത്തെ അടിസ്ഥാനപ്പെടുത്തി കൂടുതൽ ഉത്തമമായ ജീവിതപാതകളിലേക്ക് അവനെ പ്രതിഷ്ഠിക്കേണ്ട, മനുഷ്യത്വത്തിന്റെ മഹനീയതയെ മുറുകെ പിടിക്കേണ്ടുന്ന കാര്യമായി പരിഗണിച്ചുകൊണ്ടുള്ള ചില പ്രവർത്തന പദ്ധതികളാണത്. നിലപാടുകളിലുണ്ട് ചില നവീകരണങ്ങൾ ഉണ്ടാവാനുണ്ട്. എന്റെ തന്നെ കാര്യം നോക്കുന്ന ഞാന് നവീകരിക്കപ്പെടുമ്പോൾ മറ്റുള്ളവൻ എൻ്റെ ജീവിതത്തിൽ കണ്ണിലെ കരടല്ല, ജീവിതത്തിലെ പ്രശ്നമായിട്ട് വരുന്നുണ്ട്. അപ്പോ ഭൂമി നവീകരിക്കുന്നു എന്ന് പറയുന്നത് ഒരു എല്ലായിടത്തും സ്പർശിക്കുന്ന സർവസ്പർശിയായ ഒരു വാക്കാണ്. അതിനുവേണ്ടിയാ യേശു മിശിഹ വന്നത്. ഒരേ സമയം തന്നെ സകല ഭൂമുഖം നവീകരിക്കുന്നു എന്ന് പറയുമ്പോൾ ഈ കാണുന്ന 24 മണിക്കൂർ കൊണ്ട് ചുറ്റി വരുന്ന ഈ സാധനം നവീകരിക്കുന്നു എന്നല്ല, മനുഷ്യ സംബന്ധിയായ സകലതിനെയും, ഭൂമിയടക്കം സകലതിനെയും ക്രിസ്തുവോന്മുഖമാക്കുന്ന ഒരു നവീകരണമാണത്. അതിനകത്ത് എന്റെയും നിങ്ങളുടെയും പങ്കാളിത്തം എന്താണ് എന്നുള്ളതാണ് ഇനി അങ്ങോട്ട് മാർപ്പാപ്പ പറഞ്ഞു വെക്കുന്നത്. അദ്ദേഹം പറയുന്നത് ഇതാണ്, നമ്മൾ ദൈവത്തിന്റെ വചനങ്ങൾ ശ്രവിക്കുന്നവരാണ്. ഒന്നാമത്തെ കാര്യം, ദൈവത്തിന്റെ വചനം ശ്രവിക്കുന്നവരാണ്. നല്ല കാര്യം. അടുത്തതായിട്ട് അദ്ദേഹം 3 കാര്യങ്ങളെ, 3 നടകളെ പറയുന്നുണ്ട്, 3 സ്റ്റെപ്പുകൾ. ഒന്നാമത്തേത്, നമ്മൾ ദൈവവചനത്തിന്റെ മുന്നോടികളാണ്. ദൈവവചനത്തിന്റെ മുന്നോടികൾ.
അതൊരുത്തനെ ഉണ്ടായിരുന്നുള്ളൂ, യോഹന്നാൻ സ്നാപകൻ അല്ലേ? ക്രിസ്തു വരുന്നതിന് വഴിയൊരുക്കുന്ന ആള്, തടസ്സങ്ങൾ മാറ്റുന്നവൻ, അനുതാപ ശുശ്രൂഷ നടത്തുന്നവൻ. അത് ഞാനല്ല എന്നാ അവൻ പറഞ്ഞത്. ഞാനല്ല, പുറകെ വരുന്നവനാണ്. അപ്പൊ മുന്നോടിയാണ് എന്ന് പറയുന്നത് നമ്മളെ എവിടെയൊക്കെ സ്പർശിക്കുന്നുണ്ടെന്ന് നോക്കണം കേട്ടോ. അത് ഞാനല്ല, എന്റെ പുറകെ വരുന്നവനാണ് ഈശോ എന്ന് പറയാൻ നമുക്കൊരു ഇത്തിരി ബുദ്ധിമുട്ടാണ് എൻ്റെ ഒരു പക്ഷം, കാര്യങ്ങളൊക്കെ കാണുമ്പോൾ. ഒരു മണിക്കൂർ പ്രസംഗം ഞാൻ ചെയ്യുകയാണെങ്കിൽ അതിനകത്ത് ഒരു അരമണിക്കൂറും ഞാനൊരിക്കല് ഇന്ന സ്ഥലത്ത് പോയപ്പോ അവിടെ വെച്ചിട്ട് ഒരു സ്ത്രീയെ കണ്ടു, അവർ പ്രാർത്ഥിക്കാനായിട്ട് വന്നു. അങ്ങനെ ഞാൻ അവരോട് പ്രാർത്ഥിച്ചപ്പോൾ ഞാൻ അവരോട് അങ്ങനെ ഞാൻ തന്നെയാ ക്രിസ്തു എന്നാ ഞാൻ ഈ പറഞ്ഞുകൊണ്ട് വരുന്നത്. അത് ഞാനല്ലെന്നല്ല പറയുന്നത്. അതുകൊണ്ട് വചനത്തിന്റെ മുന്നോടിയാണെന്നാ പറയുന്നത്. മുന്നോടിയായ മതി, ഞാനാകണ്ട വചനം. പിതാവിന്റെ ഹിതമാ ക്രിസ്തു നിറവേറ്റിയത്. രണ്ടാമത്തെ കാര്യം അദ്ദേഹം പറയുന്ന ഇതാണ്, പിതാവിന്റെ ഹിതമാണ് ക്രിസ്തു നിറവേറ്റിയത്. ഈ പിതാവാണ് നമ്മളെ ക്രിസ്തുവിലേക്ക് ആകർഷിക്കുന്നത്. എന്റെ പിതാവിനാൽ ആകർഷിക്കപ്പെട്ടിട്ടല്ലാതെ യാതൊരുവനും എന്റെ സന്നിധിയിലേക്ക് വരാൻ കഴിയില്ല. നമ്മൾ മുന്നോടികളാണ് എന്ന സ്റ്റേറ്റ്മെന്റിന് ശേഷം അദ്ദേഹം രണ്ട് കാര്യങ്ങൾ പറഞ്ഞു വെക്കുന്നു. ക്രിസ്തു പിതാവിന്റെ ഹിതം നിറവേറ്റി. ഇതേ പിതാവ് എന്നെയും നിങ്ങളെയും ക്രിസ്തുവിലേക്ക് ആകർഷിച്ചു. എന്തിന്? നാം ക്രിസ്തുവിന്റെ ജീവിതത്തിന്റെയും ദൗത്യത്തിന്റെയും ഭാഗമാക്കുക. ക്രിസ്തുവിന്റെ ജീവിതത്തിന്റെയും, അവിടെ നിലപാടുകളുണ്ട്, സമീപനങ്ങളുണ്ട്, വാക്കുണ്ട്, സംസാരമുണ്ട്, പ്രവൃത്തിയുണ്ട്. ക്രിസ്തുവിന്റെ ഇതൊക്കെ ഉണ്ടെങ്കിലാണല്ലോ ജീവിതം ഉണ്ടാവുക. ക്രിസ്തുവിന്റെ ജീവിതത്തിന്റെയും ക്രിസ്തുവിന്റെ ദൗത്യത്തിന്റെയും കൂടെ ഭാഗവാക്കാകുക. എന്നെയും നിങ്ങളെയും വിളിച്ചു, അത് പിതാവ് വിളിച്ചു. മാത്രമല്ല അവിടുത്തെ അരൂപിയാൽ നമ്മളെ നിറയ്ക്കുകയും ചെയ്തു, ക്യാപ്പബിളും ആക്കി. അത് വളരെയേറെ കൃത്യമായിട്ട് അവിടുന്ന് സ്ഥാപിച്ചെടുക്കുക, മാർപ്പാപ്പ സ്ഥാപിച്ചെടുക്കുക. എന്തുകൊണ്ടാണ് ഒരു മനുഷ്യൻ സുവിശേഷകനാകാൻ വേണ്ടി, സുവിശേഷ വാഹകനാകാൻ വേണ്ടി വിളിക്കപ്പെട്ടിരിക്കുന്നത്? സ്വന്തം തീരുമാനത്താലല്ല, പ്രത്യുത ദൈവിക നിശ്ചയത്താലാണെന്നും ആ ദൈവിക നിശ്ചയത്തിന്റെ ന്യായം എന്താണെന്നും അദ്ദേഹം പറഞ്ഞു വെക്കുക. അതിൽ വളരെ അതിമനോഹരമായ 3 വാക്യങ്ങൾ കൂടി ഉണ്ട്. ഒന്നാമത്തേത്, യേശു ക്രിസ്തുവിനെ സ്വന്തമാക്കിയിരിക്കുന്നു. ഇതാ ഒരു ക്രിസ്ത്യാനിയുടെ അടിസ്ഥാന മനോഭാവം. ഫിലിപ്പിയ ലേഖനം 3:12. യേശു ക്രിസ്തു എന്നെ സ്വന്തമാക്കിയിരിക്കുന്നു. ഇനി അങ്ങോട്ട് എന്റേതായ ഒരു കഷ്ണമൊന്നും മിച്ചില്ല. 100% യേശു എന്നെ ജീവിക്കുന്നത്. രണ്ടാമത്തേത്, ഇനിമേൽ ഞാനല്ല, ക്രിസ്തുവാണ് ജീവിക്കുന്നത്. ഗലാത്യ ലേഖനം 2:20. ഇതിനെ കോംപ്ലിമെന്റ് ചെയ്യാൻ വേണ്ടി 1 കൊരിന്ത്യരുടെ 9:16 വളരെ പ്രസിദ്ധമായ ആ വാക്യം എടുത്തു വെച്ചിരിക്കുന്നു. അതുകൊണ്ട് സുവിശേഷം പ്രസംഗിക്കുന്നില്ലെങ്കിൽ എനിക്ക് ദുരിതം, പ്രസംഗിക്കുന്നെങ്കിലോ എനിക്ക് അഹംഭാവത്തിന് വകയില്ല. ഇവിടെ പറഞ്ഞു വരുന്നത് എന്താണെന്നറിയോ? അനുദിന ജീവിതത്തിൽ എൻ്റെ ജീവിതം കൊണ്ട് സുവിശേഷം പ്രഘോഷിക്കുക എന്നത് എൻ്റെ ഓപ്ഷനല്ല, എൻ്റെ, വേറൊരു വിധത്തിൽ പറഞ്ഞാല് എൻ്റെ വിളിയല്ല, എൻ്റെ വിധിയ. ഐ ആം സെന്റൻസ്ഡ് ടു ഡു ദാറ്റ് തിങ്. ഏതൊരു ക്രിസ്ത്യാനിയും, മാമോദിസ വെള്ളം വീണ ഏതൊരു ക്രിസ്ത്യാനിയും ആഴത്തിൽ അറിഞ്ഞിരിക്കേണ്ടുന്ന ഒരു കാര്യമാണ്. കാരണം പിതാവ് പുത്രനെ അയച്ചു, പുത്രനിലേക്ക് നമ്മളെ ക്ഷണിച്ചു, ആകർഷിച്ചു, പരിശുദ്ധാത്മാവിനെ നൽകി, ക്രിസ്തുവിന്റെ ജീവിതത്തിലും ദൗത്യത്തിലും ഭാഗഭാക്കുകളാകുക. അതിനൊരളവുമില്ല. അടുത്തത്, ഇത്
ലോകത്തിന് ഈ പ്രത്യാശ ആവശ്യമുണ്ട്. അതുകൊണ്ടാണ് അദ്ദേഹം ഇത് നമ്മളോട് പറയുന്നത്. ലോകത്തിന് ക്രിസ്തുവിനെ കൊണ്ട് ആവശ്യമുണ്ട്. ലോകത്തോട് സഭ പ്രത്യാശയുടെ വചനം പ്രസംഗിക്കാൻ ബാധ്യസ്ഥയാണ്. ലോകത്തിന് ഓരോ നിമിഷവും ജീവിക്കാൻ പ്രത്യാശയുടെ ഈ വചനം ആവശ്യമുണ്ട്. തളരാതെ, തകരാതെ, നഷ്ടപ്പെട്ടു പോകാതെ, ഭഗ്നാശയാവാതെ ഈ ലോകത്തിന് ജീവിക്കാൻ, ഓരോ മനുഷ്യനും ജീവിക്കാൻ ഈ പ്രത്യാശ ആവശ്യമുണ്ട്. അതുകൊണ്ട് ദൈവമാണ് നമ്മുടെ പ്രത്യാശ എന്നല്ല അവിടെ പറഞ്ഞു വെക്കുന്നത്. ലോകത്തോട് പറയേണ്ടുന്നത് ദൈവമാണ് നമ്മുടെ പ്രത്യാശ. അങ്ങനെയൊക്കെ പറയാൻ നല്ല എളുപ്പമാണ്. ദൈവം നിന്നെ കാത്തോളും, ദൈവം അറിയാതെ ഒന്നും സംഭവിക്കുന്നില്ലല്ലോ, അല്ലേ? അതല്ല, എങ്ങനെയല്ല. ഒരു മുഖമുള്ളവനും അവസാനം വരെ നമ്മെ സ്നേഹിച്ചവനുമായ മുഖമുള്ള ദൈവത്തെ കുറിച്ചാ പറയുന്നത്. ഓർക്കുന്നുണ്ടാവും, നമ്മൾ പലകുറി പറഞ്ഞിട്ടുള്ളതാ. ദേവുസ് കാരിത്താസ് തന്റെ പ്രഥമ ചാക്രിക ലേഖനത്തിന്റെ 1-ാം ഖണ്ഡികയിൽ ബെനഡിക്തോസ് 16 പറഞ്ഞ കാര്യം, യേശുവിനെ മുഖാഭിമുഖം കണ്ടുമുട്ടി ജീവിതത്തിനെ പരിവർത്തനപ്പെടുത്തുന്നതിന്റെ പേരാ ക്രിസ്തീയത. അദ്ദേഹത്തിന്റെ ഒരു വിധത്തിൽ പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ ഒരു പഠനങ്ങളിൽ ഒന്നാണ് ക്രിസ്തുവിന്റെ മുഖം എന്നത്. മുഖമുള്ള ഒരുത്തനെ കണ്ടുമുട്ടുക, അതിനുവേണ്ടിയാണ് ഈ ലോകം പ്രത്യാശയോടുകൂടെ ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്നത്. എന്റെയും നിങ്ങളുടെയും ജീവിതത്തിലൂടെ മുഖമുള്ള ദൈവമാ പ്രസംഗിക്കേണ്ടുന്നത്. ആ ദൈവത്തിന് ഒരു പ്രത്യേകതയുണ്ട്. അവസാനം വരെ മനുഷ്യനെ സ്നേഹിച്ച, കേൾവിക്കാരനെ സ്നേഹിച്ച, നമ്മളെ മാത്രമല്ല നമ്മളെ കേൾക്കുന്നവനെ സ്നേഹിച്ച, ലോകത്തെ സ്നേഹിച്ച. അറിയാലോ, വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 3:16 അവസാനം വരെ തന്റെ ഏകജാതനെ വിട്ടു നിൽക്കാൻ ക്രൂശിൽ അയപ്പാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ച ആ കാര്യം പറയാൻ വേണ്ടിയാണ്, ലോകത്തോട് പറയാൻ വേണ്ടിയാണ് സഭ എന്നത് സംജാതമായിരിക്കുന്നത്. അതുകൊണ്ട് സഭ സ്വഭാവേന മിഷണറിയാണ്. എന്താ ഈ സ്വഭാവേന മിഷണറിയാണ് എന്ന് പറയുന്നതിന്റെ അർത്ഥം? വേണമെങ്കിൽ മിഷണറി പണിയും ചെയ്യാം, അങ്ങനെ ചെയ്യാമല്ലോ. ഇപ്പൊ തനി മലയാളത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ചാക്കു തുന്നുന്ന സൂചി, ചാക്കു തുന്ന, പിന്നെന്താ, എന്തൊക്കെയുണ്ട്, നല്ല ഒരു ആയുധമല്ലേ. വേണമെങ്കിൽ മരത്തിനിട്ടൊരു കുത്താം, അതുകൊണ്ട് ചെറുതായിട്ട് പിന്നെ റബ്ബറിന്റെ പട്ടയിൽ പേരെഴുതാം. ഇതൊന്നും അല്ലെങ്കിൽ വെറുതെ പിന്നെ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ നിലത്ത് കോറാം. അങ്ങനെ പല പണികളിലൊന്നല്ല ഇത്, പല പണികളൊന്നുമില്ല. സ്വഭാവേന അവൾ മിഷണറിയാണ്. അതിനു വേണ്ടിയാണ് ഒരു വിളിക്കപ്പെട്ടിരിക്കുന്നത്. അല്ലാതെ പല പണികളും വേണമെങ്കിൽ മിഷണറി പണി എടുക്കാം എന്നുള്ള ഓപ്ഷൻ ഇല്ല എന്ന് ചുരുക്കം. അപ്പോ ദൈവകൃപയാൽ നമുക്ക് ലഭിച്ചത് മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കുന്നത് നമ്മുടെ ഉത്തരവാദിത്വമാണ്. അതാണ് കൃത്യമായിട്ട് മാർപ്പാപ്പ അടുത്ത കീവേഡിലൂടെ പറയുന്നത്. യേശുവിനെ കണ്ടുമുട്ടിയപ്പോൾ നമുക്ക് ലഭിച്ച നിത്യജീവന്റെ വാക്കുകൾ നമുക്കായി മാത്രം സൂക്ഷിച്ചു വെക്കാനുള്ളതല്ല. വളരെ കൃത്യമായിട്ട് അദ്ദേഹം അത് പറയുക. നമുക്കായി മാത്രം നിത്യജീവന്റെ വചസ്സുകൾ ഹൃദയത്തിനകത്ത് സംഭരിച്ചു വെക്കാനുള്ളതല്ല, അത് പറയാനുള്ളതാണ്. എന്താണ് സുവിശേഷവൽക്കരണം എന്നത് ഇതിനകത്ത് പറഞ്ഞിരിക്കുന്നതല്ല കേട്ടോ. വളരെ സരളമായിട്ട് പറയാം. അതിങ്ങനെയാണ്: ഒരു തെണ്ടി വേറൊരു തെണ്ടിയോട് എവിടുന്ന ആഹാരം കിട്ടിയെന്ന് പറയുന്നതിന്റെ പേരാ സുവിശേഷവൽക്കരണം. ഒരു യാചകൻ, തെണ്ടി കിട്ടുന്നതിന്റെ പേര്, തിണ്ടുന്നതിന്റെ പേരാണല്ലോ തെണ്ടി, അവൻ മറ്റൊരു യാചകനോട് എവിടെ നിന്നാണ് തനിക്ക് ഭക്ഷണം കിട്ടിയത് എന്ന് പറയുന്നതിന്റെ പേരാ സുവിശേഷവൽക്കരണം. എനിക്ക് തോന്നുന്നു ഈ ഉദാത്തമായ വാക്ക് അതുമായിട്ട് വല്ലാണ്ട് ചേർന്ന് പോകുന്നതാ. 92 പറയുമ്പോ അദ്ദേഹം സഭയുടെ ഈ ദൗത്യത്തിന്റെ, ഈ മിഷണറി സ്വഭാവത്തിന്റെ ഊർജവും ഉറവിടവും ദൈവവചനമാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം ആരംഭിക്കുന്നത്. അതിനൊരു കാരണമുണ്ട്.
വർദ്ധിതമായ ആകേണ്ടുന്ന ദൈവവചന പ്രഘോഷണം ഈ ലോകത്തിൽ വേണം എന്ന് സിനഡ് അദ്ദേഹത്തെ നിർബന്ധിച്ചു. അതായത് സിനഡ് പറഞ്ഞു, ഈ അപ്പസ്തോലിക് എക്സോർട്ടേഷനില് അഥവാ ഈ തീരുമാനത്തില് പുതിയ ഒരു സുവിശേഷവൽക്കരണത്തിന് വേണ്ടിയുള്ള അടങ്ങാത്ത ദാഹം ഉണ്ടാകണം. അതില് അവര് പറഞ്ഞത് ഇതാണ്: ഒന്ന്, വിശ്വാസം പ്രഘോഷണം ആവശ്യപ്പെടുന്നുണ്ടല്ലോ. വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞാല് ഒരു മനുഷ്യന്റെ മാത്രം പ്രശ്നമല്ല, അവൻ പ്രശ്നം ഉണ്ടാക്കിക്കൊണ്ടിരിക്കും. ഒരുവൻ ക്രിസ്തുവിൽ വിശ്വസിക്കുന്നു എന്നതിന്റെ അർത്ഥം അത് പ്രഘോഷണം ആവശ്യപ്പെടുന്ന വിശ്വാസമാണ് എന്നത് അവൻ മനസ്സിലാക്കുമ്പോൾ സ്വാഭാവികമായും അവരന്റെ ജീവിതത്തിലും അതൊരു വിശ്വാസത്തിന്റെ ആഹ്വാനമായി, ക്ഷണമായി മാറും. അതുകൊണ്ട് വിശ്വാസം പ്രഘോഷണം ആവശ്യപ്പെടുന്നു. രണ്ട്, എന്താണ് ഇവർ പ്രഘോഷിക്കുന്നതെന്നറിയാമോ? ഞങ്ങളുടേതൊരു മതമാണെന്നല്ല പറയേണ്ടത്, നല്ലൊരു മതമാണെന്ന്. ഇതാണ് മനുഷ്യപ്പറ്റുള്ള മതമൊന്നും അല്ല. തങ്ങൾ വിശ്വസിക്കുന്ന ദൈവം എല്ലാവരുടെയും ദൈവമാണ്. അതൊരു ഇവിടെ മാർപ്പാപ്പ കാര്യത്തോടെ എടുക്കുക കേട്ടോ, കാര്യത്തോടെ എടുക്കുക. നിങ്ങളുടെ ദൈവം ഞങ്ങളുടെ ദൈവം ഇല്ല, നമ്മുടെ ദൈവമേ ഉള്ളൂ. അത് ഞാൻ വിശ്വസിക്കുന്ന ദൈവം. ആ വിശ്വാസത്തിലേക്കാണ് നിങ്ങളെ വിളിക്കുന്നത്. ആ ദൈവത്തിനൊരു പ്രത്യേകതയുണ്ട്. അതെല്ലാ മനുഷ്യരുടെയും പ്രതീക്ഷയുടെ പൂർത്തീകരണമാണ്. അതെല്ലാ മനുഷ്യരുടെയും പ്രത്യാശയുടെ, പ്രതീക്ഷയുടെയൊക്കെ പൂർത്തീകരണമാണ്. അന്യമതങ്ങളെ കുറിച്ചുള്ള ഡിഗ്രിയിൽ നമ്മൾ കണ്ടില്ലേ, മറ്റു മതങ്ങളിലൊക്കെ പ്രതിഫലനങ്ങൾ ഉണ്ടാവും, ഇല്ലാന്ന് പറയാൻ പറ്റില്ല. കാരണം മനുഷ്യൻ ദൈവത്തെ തേടുന്നതിന്റെ ഉദാത്തമായ ഉദാഹരണങ്ങളാണ് അവ. പക്ഷെ ഇവിടെ ദൈവം മനുഷ്യനെ തേടിയാ വന്നത്. അതുകൊണ്ട് തന്നെ എല്ലാ മനുഷ്യരുടെയും പ്രതീക്ഷ മനുഷ്യനെ തേടി വന്ന ദൈവത്തിൽ പൂർത്തീകരിക്കപ്പെടുകയാണ്. അതുപോലെ തന്നെ നമ്മുടെയൊക്കെ വിശ്വാസം എന്ന് പറഞ്ഞാൽ അത് ഏതെങ്കിലും ഒരു സാംസ്കാരിക പാരമ്പര്യത്തിന്റെ ഭാഗമല്ല. സാംസ്കാരിക പാരമ്പര്യമൊക്കെ ഉണ്ടാകാം, പക്ഷെ അതിന്റെ ഭാഗമല്ല. അങ്ങനെ അതായിപ്പോയത് കൊണ്ട് ഇതായിപ്പോയി എന്നുള്ളതല്ല. ഈ അടുത്ത ദിവസം ഒരാൾ പറയുന്നത് കേട്ടു, ദൈവകത്തിയാൽ അയാൾ കത്തോലിക്കനാണ്. യൂട്യൂബ് പ്രഘോഷണങ്ങൾ ഉണ്ടല്ലോ, പ്രഘോഷണമല്ല ഇത്, പ്രഘോഷണമല്ല, ആന്റി പ്രഘോഷണം. അദ്ദേഹം പറഞ്ഞു, അവൻ അങ്ങനെ ജനിച്ചത് കൊണ്ട് അവനതാണ്, ഇവൻ ഇങ്ങനെ ജനിച്ചത് കൊണ്ട് ഇതാണ്. നീ കത്തോലിക്കനായി ജനിച്ചുകൊണ്ട് നീയാണ്. അതിനിപ്പോ എന്താ പ്രത്യേകത? അതിന് പ്രത്യേകത ഉണ്ട് സർ. അതിന്റെ പ്രത്യേകത ഇതാണ്: നീ കത്തോലിക്കനായിട്ട് ജനിച്ചിട്ടില്ല, അത് ആദ്യത്തെ കാര്യം. കത്തോലിക്കനായിട്ട് ജനിക്കാനൊന്നും പറ്റില്ല. ജനിച്ചിട്ട് മാമോദിസ മുങ്ങണം. ഈ മാമോദിസ മുങ്ങുന്നത് എപ്പോഴാണ്, എന്താണ്, അതൊക്കെ അവിടെ നിൽക്കട്ടെ. മാമോദിസ മുങ്ങിയ ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവന് ലോകത്തെ ദൈവത്തിന് അനുരൂപമാക്കാനുള്ള കടമയുണ്ട്. അതിനുവേണ്ടി ചിലരെയൊക്കെ തെരഞ്ഞെടുത്തിട്ടുണ്ട്. ഈ ലോകത്തിൽ അനേകരുണ്ടായിരിക്കെ ദൈവം അവരെ സ്നേഹിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് നിന്നെ പിടിച്ച് ക്രിസ്ത്യാനിയാക്കിയിരിക്കുന്നത്. നിന്നോട് പ്രത്യേകമായ ഒരു ഇഷ്ടം തോന്നിയിട്ട് എന്നാ പിന്നെ നീ അങ്ങ് കത്തോലിക്കനാണ് എന്ന് പറഞ്ഞതല്ല. അവരെ സ്നേഹിക്കുന്നതിന്റെ അവികലമായ പദ്ധതിയുടെ ഭാഗമായിട്ട് നിന്നെ ആക്കിയിരിക്കുക. ക്രിസ്തുവിന്റെ ജീവിതത്തിലും ദൗത്യത്തിലും ഭാഗമാക്കാൻ. അപ്പൊ ഉത്തരവാദിത്വം കൂടുതലാ. അതാണ് ഇവിടെ പറയുന്നത്. ഒരു സാംസ്കാരിക പാരമ്പര്യത്തിന്റെ ഭാഗമായിട്ട് മാറ്റി നിർത്തേണ്ടുന്ന ഒന്നല്ല ക്രിസ്തീയത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അത് വളരെ പ്രത്യേകമായ വിധത്തിലുള്ള ഒരു ദൗത്യമാണ്. സത്യത്തിന്റെ മേഖലയിലേക്കുള്ള, സത്യം മാത്രമായിരിക്കുന്ന അതാണ് നമ്മുടെ വിശ്വാസം. ഇതിനകത്ത് വേറെ മായങ്ങളൊന്നുമില്ല, വേറെ വെച്ച് കെട്ടലുകളില്ല, മറ്റ് സങ്കല്പങ്ങളോ അന്വേഷണങ്ങളോ ഇല്ല. അന്വേഷണത്തിന്റെ പരിസമാപ്തിയിൽ അവൻ ഈ ഭൂമിയിലേക്ക് കടന്നു വന്നിരിക്കുന്നു. ഇത് അടുത്തത് ക്രിസ്തുവിന്റെ ഈ രക്ഷ എന്ന് പറയുന്നത് എല്ലാവരെയും ബാധിക്കുന്ന പ്രശ്നമാണ്. എല്ലാവരെയും, മനുഷ്യനായി പിറന്നിരിക്കുന്ന സകലർക്കും ഈ രക്ഷ ആവശ്യമാണ്, അനുപേക്ഷണീയമാണ്.
ഇത്രയും കാര്യങ്ങൾ പ്രഘോഷണത്തിന്റെ പശ്ചാത്തലമായിട്ട് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. 7 കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞത്. 7 കാര്യങ്ങളെ ഒന്നുകൂടി വളരെ പെട്ടെന്ന് 1 2 3 4 എന്നുള്ള മാതിരി പറയാം. ഒന്ന്, വിശ്വാസം പ്രഘോഷണം ആവശ്യപ്പെടുന്നു. ബാക്കിയെല്ലാം ഉണ്ട് കേട്ടോ. അനുഷ്ഠാനങ്ങളുണ്ട്, ആചാരങ്ങളുണ്ട്, പ്രാർത്ഥനകളുണ്ട്, ജീവിത സമ്പ്രദായങ്ങളുണ്ട്. പക്ഷെ അത് എല്ലാത്തിലെയും ഒപ്പമോ അതിനേക്കാൾ ഉപരിയായോ അത് വിശ്വാസം എന്ന് പറയുന്നത് പ്രഘോഷണം ആവശ്യപ്പെടുന്നു. രണ്ടാമത്തേത്, നമ്മൾ വിശ്വസിക്കുന്ന ദൈവം നമ്മുടെ ദൈവമല്ല. അങ്ങനെ ഒരു ദൈവമില്ലല്ലോ, അതെല്ലാവരുടെയും ദൈവം. മൂന്നാമത്തേത്, അവിടുന്നിലാണ് എല്ലാ മനുഷ്യരുടെയും എല്ലാ സംഗതികളും പൂർത്തീകരിക്കപ്പെട്ടിരിക്കുന്നത്. നാലാമത്തേത്, ഇതൊരു സാംസ്കാരിക പശ്ചാത്തലത്തിന്റെ പാരമ്പര്യത്തിന്റെ പ്രശ്നമല്ല. ക്രിസ്തീയത എന്നത് അനേകരിൽ ഒന്നല്ല. ക്രിസ്തീയത എന്നത് കൃത്യമായും ഒരു ദൗത്യവാഹക സംഘമാണ്. അടുത്തത് അഞ്ചാമത്തേത്, വിവിധ ജനങ്ങൾക്ക് വിവിധ വിശ്വാസങ്ങൾ എന്ന് കരുതുന്നില്ല. അതാ ഞാൻ നേരത്തെ പറഞ്ഞത്, നീ എങ്ങനെയാണെങ്കിൽ ഞാൻ ഇങ്ങനെയാണ് എന്നുള്ളത്. അതല്ല വളരെ വ്യക്തമായിട്ട് ദൈവം അവരെ സ്നേഹിക്കുന്നുണ്ടാണ് നമ്മളെ ഇങ്ങനെ ആക്കിയിരിക്കുന്നത്. അവരെ സ്നേഹിക്കുന്നുണ്ട്. ധാരണ ഒന്ന് തിരുത്തിയേക്കണേ. ഏത്? എന്നെ സ്നേഹിക്കുന്നുണ്ട്, എന്നെ ഇതിങ്ങനെ ആക്കി എന്നുള്ളത് അതവിടെ നിൽക്കട്ടെ. സ്നേഹിക്കുന്നുണ്ട്, ഇതാക്കുകയും ചെയ്തു. പക്ഷെ അതിന് വേറൊരു ഉപകാരമുണ്ട്, വേറൊരു കർത്തവ്യമുണ്ട്, ഒരു ദൗത്യമുണ്ട്, ഒരു ഭാഗധേയവുമുണ്ട്. സത്യത്തിന്റെ മേഖലയിലുള്ള ആറാമത്തെ ഇതാണ്, സത്യത്തിന്റെ മേഖലയിലുള്ളതാണ് നമ്മുടെ വിശ്വാസം. അതിനകത്ത് പാടില്ല, പതിരില്ല. അവസാനത്തേത്, ഇത് എല്ലാ മനുഷ്യരെയും, കാലത്തിന്റെ അന്ത്യത്തിൽ അവസാനം മരിച്ചു വീഴുന്ന മനുഷ്യൻ വരെയുള്ള സകലരെയും ക്രിസ്തുവിലൂടെയുള്ള രക്ഷ ബാധിക്കുന്നു. ഇത്രയും പറഞ്ഞിട്ട് നമ്മളെ ജീവിതത്തിലേക്ക് വിടുകയാ സഭ. അദ്ദേഹം പറയുന്നു, നമ്മുടെ അരിയോപഗസ് പ്രസംഗം ഓർക്കുന്നുണ്ടോ? വിശുദ്ധ പൗലോസ് പറഞ്ഞ ആ വാക്കെന്താണ്? നിങ്ങൾ ആരാധിക്കുന്ന ആ അജ്ഞാതനെ കുറിച്ച് തന്നെയാണ് ഞാൻ നിങ്ങളോട് പ്രഘോഷിക്കുന്നത്. മറ്റുള്ളിടത്തൊക്കെ ഭാഗികമായി പലതും കണ്ടേക്കാം. അതിന്റെ പുറകെ പോയി അയ്യോ അവിടെയും സത്യമുണ്ട് എന്ന് പറയാൻ വേണ്ടിയല്ല. ആ സത്യം എങ്ങനെയാണ് ക്രിസ്തുവിലേക്ക് വിരൽ ചൂണ്ടുന്നത് എന്നുള്ളത് അറിയാൻ വേണ്ടിയാണ്. അതവരെ പറഞ്ഞ് ബോധ്യമാക്കണം. അങ്ങനെയാണല്ലോ ജെറുസലേമിൽ വെച്ചിട്ട് വലിയ ധ്യാന പ്രസംഗം നടത്തിക്കൊണ്ടിരിക്കുക വിശുദ്ധ പത്രോസ്. അതിനിടയ്ക്കാണല്ലോ നമ്മുടെ പീലിപ്പോസിന് വിളി വന്നത്, നീ ജെറൂസലേം ഗാസ റോഡിലേക്ക് പോവുക. പരിശുദ്ധാത്മാവ് പറഞ്ഞത് അങ്ങനെയാണ്. ധ്യാനമന്ദിരത്തിന്റെ ആർത്തിരമ്പുന്ന ആ ഒരു ധ്യാനമന്ദിരമൊന്നുമല്ല, എന്നാലും ഒരുപാട് പേര് മാനസാന്തരപ്പെടുകയും ഒരുപാട് കാര്യങ്ങളൊക്കെ ചെയ്യപ്പെടുകയും ചെയ്യുമ്പോൾ ഒരു ഇമ്പം ഉണ്ടല്ലോ. ആ സമയത്ത് ആ പരിശുദ്ധാത്മാവ് പറഞ്ഞത് നീ അപ്പുറത്തോട്ട് പോവാൻ. വിശുദ്ധ ലൂക്കായാണല്ലോ ആക്സ് എഴുതിയത്, നടപടി പുസ്തകം എഴുതിയത്. അതിനകത്ത് മൂപ്പരുടേതായ ഒരു തള്ളും കൂടെ വെച്ചു കൊടുത്തു. അതൊരു നിർജ്ജന ദേശമായിരുന്നു. ആലോചിച്ച് നോക്കി, അതൊരു നിർജ്ജന ദേശമായിരുന്നു. അതായത് ഇയാൾ അവിടെ പോയാൽ ഒന്നും കിട്ടാൻ പോകുന്നില്ല. താൻ പഠിക്കുകയാണെങ്കിൽ ജെറൂസലേമിൽ അടിക്കണം, അല്ലെങ്കിൽ എഫസൂസിൽ അടിക്കണം, അല്ലെങ്കിൽ കോറിന്തോസിൽ പോകണം. അല്ലാതെ ഇത് ഒരു പട്ടിക്കുറുക്കം പോലും ഇല്ലാത്ത ഈ ജെറൂസലേം ഗാസ റോഡിലേക്ക് എന്തിനാ പോകുന്നത്? പരിശുദ്ധാത്മാവ് പറഞ്ഞ അതാ, അങ്ങോട്ട് പോകാനാ. പോയി വലിയ മാനസാന്തരങ്ങളുടെ പകിട്ടിൽ നിന്ന് പരിശുദ്ധാത്മാവ് പറഞ്ഞ ഏകാന്തതയിലേക്ക് അദ്ദേഹം നടന്നു. അവിടെ ചെന്നിട്ട് ആരെങ്കിലും കൊണ്ടുപോകാനില്ല. അന്നേരമാണ് നമുക്കറിയാം, നിങ്ങൾക്കറിയാവുന്ന കഥയായതുകൊണ്ട് സംഭവമായതുകൊണ്ട് ഞാൻ വളരെ പെട്ടെന്ന് പറഞ്ഞു തീർക്കുക. കന്തോക്കിന്റെ കൂസാരാജ്ഞിയായ കൂസാരാജ്ഞിയാണ് കന്തോക്കിന്റെ വിചാരിപ്പുകാരൻ ഷണ്ടൻ അയാൾ വരുന്നു. അയാൾ വരുമ്പോ യേശയ്യാവിന്റെ പ്രവചനങ്ങളിലെ കൊല്ലാൻ പോകുന്ന ആടിനെ പോലെയും ചെമ്മരിയാടിനെ പോലെയും കുഞ്ഞാടിനെ പോലെയും രോമം കത്തിരിക്കാൻ പോകുന്നു, ചെമ്മരിയാടിനെ പോലെയും അവൻ മൗനിയായിരുന്നു, അവരുടെ സന്നിധിയിൽ വായ തുറന്നില്ല. ഇവനിത് വായിച്ചുകൊണ്ട് ഇങ്ങനെ പോവുകയാണ്. പരിശുദ്ധാത്മാവ് പറഞ്ഞു, നീ രഥത്തോട് ചേർന്ന് പോവുക. ഒരു രഥം സാമാന്യ സ്പീഡിലല്ലേ പോവുക? ഒരു യഹൂദന്റെ തുണി അവന്റെ വേഷവിധാനം ഉപയോഗിച്ച് ഒരു രഥത്തോട് ചേർന്ന് പോകാൻ അത്ര എളുപ്പമൊന്നുമല്ല. എന്നാലും പരിശുദ്ധാത്മാവ് പറഞ്ഞുകൊണ്ട് അവൻ ഓടി. അവൻ ചോദിച്ച ചോദ്യം ഉണ്ടല്ലോ, ആ ചോദ്യമാണ് സുവിശേഷത്തിലെ അന്യമതസ്ഥനോടുള്ള ആദ്യത്തെ ചോദ്യം. നീ വായിക്കുന്നത് നിനക്ക് മനസ്സിലാകുന്നുണ്ടോ?
ആ ചോദ്യമാണ് നമുക്ക് ഒരു അനേകം അന്യ മനസ്സോട് ചോദിക്കാനുള്ള ആദ്യത്തെ ചോദ്യം. നീ വായിക്കുന്നത് നിനക്ക് മനസ്സിലാകുന്നുണ്ടോ? നീ വിശ്വസിക്കുന്നത് എന്താണെന്ന് നിനക്കറിയാമോ? നീ പ്രാർത്ഥിക്കുന്നത് ആരോടാണെന്ന് നിനക്കറിയാമോ? നിന്റെ ജീവിതത്തിന്റെ ലക്ഷ്യം എന്താണെന്ന് നിനക്കറിയാമോ? ഇതൊക്കെ ഇവിടെ ഉപേക്ഷിച്ചിട്ട് പിന്നെ നീ എവിടെ എത്തുമെന്ന് നിനക്കറിയാവോ? ഈ ജീവിതത്തിലെ ഓരോ നിമിഷങ്ങളും വരാനിരിക്കുന്ന ജീവിതത്തിലേക്കുള്ള ചവിട്ട് പടികളാണെന്ന് നിനക്കറിയാമോ? ഒരുപാട് ചോദ്യങ്ങൾ നമുക്ക് ചോദിക്കാനുണ്ട്. ഈ ചോദ്യങ്ങളിലൂടെയാണ് അവൻ പറയുന്നത്, എനിക്ക് സ്നാപനം തരുവാൻ നിനക്ക് വിരോധമുണ്ടോ? ഇതാ ജലം. ഷണ്ട ചോദിച്ച ചോദ്യമായത്. ഇതാ ജലം, എനിക്ക് സ്നാപനം തരുവാൻ നിനക്ക് വിരോധമുണ്ടോ? ദൈവം തന്നെ വെളിപ്പെടുത്തിയിരിക്കുന്നു, വ്യക്തിപരമായി സ്വയം വെളിപ്പെടുത്തിയിരിക്കുന്നു. ദൈവത്തിലെത്താനുള്ള വഴി ഇപ്പോൾ തുറന്നിരിക്കുന്നു. 3 കാര്യങ്ങളാണ് പറയേണ്ടത് എന്ന് പാപ്പ നമ്മോട് പറയുന്നു. ദൈവം സ്വയം വെളിപ്പെടുത്തിയിരിക്കുന്നു, തന്നെ വെളിപ്പെടുത്തിയിരിക്കുന്നു, വ്യക്തിപരമായി സ്വയം വെളിപ്പെടുത്തിയിരിക്കുന്നു, ദൈവത്തിലേക്ക് എത്താനുള്ള വഴി ഇപ്പോൾ തുറന്നിരിക്കുന്നു. ഇത് പറയാൻ വേണ്ടിയാ തമ്പുരാൻ കർത്താവ് പറഞ്ഞത്. ഇത് പറയാൻ വേണ്ടിയാ പാപ്പ നമ്മളോട് ഈ 92-ാം ഖണ്ഡിക 92-ാം ഖണ്ഡികയിലൂടെ നിർദ്ദേശിച്ചിരിക്കുന്നത്. അതായത് അടുത്ത വാക്യം ഒരു ഞെട്ടലോടുകൂടെ മാത്രമേ എനിക്ക് കേൾക്കാൻ കഴിഞ്ഞിട്ടുള്ളൂ. അതിതാണ്, ക്രൈസ്തവ സന്ദേശത്തിന് ഒരാശയമല്ല അടിസ്ഥാനം. ഏറെ തെറ്റിദ്ധരിക്കപ്പെട്ടിട്ടുള്ള ഒന്നാ ക്രൈസ്തവ സന്ദേശം. നമ്മളടക്കം പലരും അത് അങ്ങനെ തന്നെയാ പ്രചരിപ്പിച്ചിട്ടുള്ളത്. സമാധാനത്തിന്റെയും ശാന്തിയുടെയും ഐക്യത്തിന്റെയും എല്ലാം ഉണ്ടെന്നേ. മലരുകൾ വഹിക്കുന്നവരാണ് ഞങ്ങൾ, പതാക വാഹകരാണ് ഞങ്ങൾ. ആയിക്കോട്ടെ. പക്ഷേ അങ്ങനെ ഒരു ആശയത്തിന്റെ പുറത്തല്ല ക്രൈസ്തവ സന്ദേശം നിലകൊള്ളുന്നത്. ക്രൈസ്തവ സന്ദേശത്തിന് ഒരാശയമല്ല അടിസ്ഥാനം. പാപ്പ പറയുന്നു അതൊരു വസ്തുതയാണ്, ഒരു ഫാക്റ്റാണ് അതിന്റെ അടിസ്ഥാനം, ഒരു കോൺസെപ്റ്റ് അല്ല. തമ്മിൽ വ്യത്യാസമുണ്ട്. ഈ വസ്തുത എന്താണ്? മുഖമുള്ള ദൈവം സ്വയം വെളിപ്പെടുത്തിയിരിക്കുന്നു എന്ന വസ്തുതയെ ആധാരമാക്കിയുള്ള മനുഷ്യന്റെ പ്രവർത്തികളുടെ സമാഹാരത്തിന്റെ പേരാണ് ക്രൈസ്തവീയത. അതൊരാശയത്തിന്റെ അടിസ്ഥാനത്തിൽ വരുന്നതല്ല. 93-ൽ അദ്ദേഹം വചനവും ദൈവരാജ്യവും എന്ന കാര്യത്തെ കുറിച്ചാണ് സംസാരിക്കുന്നത്. ദൈവരാജ്യം എന്നത് മറ്റുള്ള എന്തെങ്കിലും ഒരു കാര്യത്തിന്റെ അനുപൂരകങ്ങളല്ല. ഇത് ഈ അനുപൂരകം എന്ന് പറഞ്ഞാല് നമ്മൾ നേരത്തെ അത് വളരെ വിശദമായിട്ട് തന്നെ അത് കണ്ടു. അതായത് വേണമെങ്കിലും നിർവഹിക്കാവുന്ന ഒരു കാര്യമോ അല്ലെങ്കിൽ ബാക്കി കാര്യങ്ങളുടെ കൂടെ ചേർക്കാവുന്ന ഒന്നോ അല്ല അത്. മാർപ്പാപ്പ ഈ വാക്യം പറഞ്ഞുകൊണ്ടാണ് 93-ാം ഖണ്ഡിക ആരംഭിക്കുന്നത് തന്നെ. ഇതിനകത്തൊരു ഓപ്ഷൻ ഇല്ല എന്ന് പറഞ്ഞു. പിതാവ് എന്നെ അയച്ചതുപോലെ ഞാനും നിങ്ങളെ അയക്കുന്നു. പിതാവ് അയച്ചിട്ട് ഏതെങ്കിലും ഒരു സമയത്ത് കർത്താവ് ബാക്കി പണിയുടെ ഇടയ്ക്കെന്നാ ഇതൊക്കെ പറഞ്ഞേക്കാന്ന് വിചാരിച്ചിട്ടില്ല. അവന്റെ ജീവിതത്തിന്റെ മുഖ്യ ലക്ഷ്യം, ഏക ലക്ഷ്യം ഇതായി മാറി. അതുകൊണ്ട് പിതാവ് എന്നെ അയച്ചതുപോലെ ഞാൻ നിങ്ങളെ അയക്കുന്നു എന്ന വാക്കിന് നമ്മളാ പറയുന്നതിനേക്കാളും കുറെ കൂടെ ആഴമേറിയ അർത്ഥമുണ്ട്. ക്രിസ്തുവിനെ മനസ്സിലാക്കും തോറും പിതാവിന്റെ അയക്കലിന്റെ ഗൗരവം എത്രയാണെന്നും ക്രിസ്തു അത് എത്രമാത്രം ഉൾക്കൊണ്ടു എന്നും നമ്മൾ ബോധ്യപ്പെടുമ്പോൾ ഈ പോലെ എന്ന വാക്ക് നമ്മുടെ ജീവിതത്തെ മുഴുവൻ ഗ്രസിക്കുന്ന, നമ്മുടെ ജീവിതത്തെ മുഴുവൻ കർത്താവിന് വേണ്ടി വാങ്ങുന്ന ഒരു വാക്കായി മാറും. ഈ പോലെ എന്ന വാക്ക്, അയച്ചതുപോലെ എന്നുള്ളത്. അതുകൊണ്ട് അദ്ദേഹം പറയുന്നത് ഇതാണ്, നിങ്ങളുടെ ജീവിതം മുഴുവൻ പങ്കുവെക്കാൻ ഞാൻ നിങ്ങളെ അയക്കുന്നു എന്നാ കർത്താവ് പറയുന്നത്.
കർത്താവ് നമുക്ക് വേണ്ടി ജീവിതം പങ്കുവെച്ചതുപോലെ നമ്മുടെ ജീവിതം മുഴുവൻ പങ്കുവെക്കാൻ വേണ്ടി അത് കർത്താവ് നമ്മളെ അയക്കുകയാണ്. ഈ കർത്താവിന്റെ സന്നിധിയിലേക്ക് അനേകരെ ആനയിച്ച് അവരുടെ ജീവിതം നവീകരിക്കപ്പെട്ട് അവരുടെ മനുഷ്യനായിട്ടുള്ള അവരുടെ ജീവിതത്തെ വിശുദ്ധീകരിച്ച് ക്രിസ്തുവോന്മുഖമാക്കി അങ്ങനെ അവരെ രൂപാന്തരപ്പെടുത്തുന്ന വചനത്തിന്റെ ശുശ്രൂഷകരാകാൻ വേണ്ടിയാ നമ്മൾ വിളിക്കപ്പെട്ടിരിക്കുന്നത് എന്നാണ്. പിന്നെ അദ്ദേഹം ചില കാര്യങ്ങളൊക്കെ ധാരണകളൊക്കെ അങ്ങ് പൊളിച്ചെഴുതുന്നുണ്ട് കേട്ടോ. അതിലൊന്നിതാ, മനുഷ്യ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും ഈ സുവിശേഷം പതിയണം. പരിശുദ്ധാത്മാവിനാൽ നിറയപ്പെട്ട് ക്രിസ്തുവിൽ ഭാഗവാക്കാകുന്ന മനുഷ്യൻ വചനം പ്രകാശം പരത്തുന്നു, ശുദ്ധീകരിക്കുന്നു, മാനസാന്തരപ്പെടുത്തുന്നു എന്നത് മനസ്സിലാക്കി ഈ വചനത്തിന് ശുശ്രൂഷ ചെയ്യുന്നവനാകണം ആൾ ദൈവമാകരുത്. അവൻ ദൈവത്തിന്റെ സന്നിധിയിലേക്ക്, ക്രിസ്തുവിന്റെ സന്നിധിയിലേക്ക്, വചനത്തിന്റെ നിറവിലേക്കാണ് മനുഷ്യനെ കൊണ്ടുവരേണ്ടുന്നത്, തന്റെ ജീവിതത്തിലേക്കല്ല. അത് ഈ ദൈവരാജ്യത്തിന്റെ ഉള്ളടക്കമായ വചനപ്രഘോഷണം എല്ലാ കാലഘട്ടങ്ങളിലുമുള്ള സകല ജീവിത സാഹചര്യങ്ങൾക്കും ആവശ്യമുണ്ട്. ഒരിക്കൽ ഒരിജൻ പറഞ്ഞു, ക്രിസ്തു എന്ന വ്യക്തിയാണ് ദൈവരാജ്യം. ഈ ദൈവരാജ്യത്തിന്റെ വ്യാപനം കുടുംബത്തിൽ വേണം, വിദ്യാലയത്തിൽ വേണം, സംസ്കാരങ്ങളിൽ വേണം, എല്ലാ പ്രവർത്തനങ്ങളിലും വേണം, സാമൂഹികമായ എല്ലാ ഘടകങ്ങളിലും വേണം. എല്ലായിടത്തും ക്രിസ്തുവിന്റെ വെളിച്ചം വീശണം. വളരെ അടിയന്തരമായ സ്വഭാവമുള്ള ഒരു സംഗതിയായിരുന്നു. എനിക്ക് തോന്നുന്നു എൻ്റെ ഈ കൊച്ചു ക്ലാസ്സിന് ശേഷം ജോസുകുട്ടി ഒരു കാര്യം പറയും. മണവാളൻ തന്റെ മണവറയും മണവാട്ടി എന്ന് പറഞ്ഞിട്ട് ജോസുകുട്ടിയുടെ ഒരു പ്രസംഗമുണ്ട്. ഏകദേശം ഒരു 15-20 കൊല്ലം, എത്ര കൊല്ലമായെന്നൊന്നും ഞാൻ ഓർക്കുന്നില്ല, മുമ്പ് മരിയം പ്രോലൈഫ് ടീം എന്താ പറയുക, ഇടവകൾ തോറും ഈ പ്രോലൈഫിന്റെ കാര്യങ്ങളൊക്കെ പറയുമ്പോൾ ആദ്യത്തെ ആമുഖ പ്രസംഗം അതായിരുന്നു. ഞാൻ ആ ആമുഖ പ്രസംഗത്തിന്റെ കാര്യമാണ് ഓർക്കുന്നത്. ആദ്യത്തെ ഒരു 5-6 മിനിറ്റ് കൊണ്ട് തന്നെ ദൈവവചനത്തെ സ്വീകരിക്കാൻ ക്ഷമതയുള്ള ഒരു ജനതയെ അവിടെ സൃഷ്ടിച്ചത് ഈ ദൈവവചനമാണ്. മണവാളൻ തന്റെ മണവറയും എന്ന് ആരംഭിക്കുന്ന അതിമനോഹരമായ ദൈവവചനവാക്യം അത് ഞാനിപ്പോ ഇവിടെ പറയുന്നില്ല. അതൊന്ന് അനുഭവത്തിന്റെ വെളിച്ചത്തിൽ അതൊന്ന് പറയാൻ ഇതിന് ശേഷം ജോസുകുട്ടി അവസരം ഉണ്ടാക്കും, സ്വയം മുന്നോട്ട് വരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എല്ലായിടത്തും ദൈവത്തിന്റെ വചനം ഉപയോഗിച്ച് ഇടവകയെ നവീകരിക്കണം. ദൈവത്തിന്റെ വചനം, മാനസാന്തരത്തിന്റെ വചനം ഉപയോഗിച്ച് കുടുംബങ്ങൾ നവീകരിക്കപ്പെടണം, വിദ്യാലയങ്ങൾ നവീകരിക്കപ്പെടണം. നടക്കുന്നുണ്ടോ എന്നുള്ളത് നമ്മൾ ആലോചിച്ചാൽ മതി. വിദ്യാലയങ്ങൾക്ക് ഏതെങ്കിലും വിശുദ്ധന്റെ പേരിടുന്നത് അല്ല പറയുന്നത്. ചുമ്മാ എൻ്റെ ജീവിതത്തിൽ നിന്ന് ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ഞാൻ ആദ്യം ഇംഗ്ലീഷ് വായിക്കാൻ പഠിച്ചത് ഒരു പൂർണ്ണവാചകം ഇതാണ്: സെയിന്റ് തോമസ്, അപ്പോസിൽ ഓഫ് ഇന്ത്യ ആൻഡ് പാട്രൺ ഓഫ് കൂരാച്ചുണ്ട്. എനിക്ക് മാത്രമല്ല, 1ാം ക്ലാസ്സിൽ പഠിക്കുന്ന എല്ലാ പിള്ളേരും കാണാപ്പാഠം പറയുമായിരുന്നത്. കാരണം ഇംഗ്ലീഷ് വായിക്കാൻ അറിയത്തില്ലാത്ത കാണാപ്പാഠം പറയും. കാരണം ആ തോമാശ്ലീഹയുടെ രൂപത്തിന്റെ ഒരു ഛായാചിത്രത്തിന്റെ മുന്നിൽ ഞങ്ങൾ എല്ലാവരും ഒരുമിച്ച് കൂടി പ്രാർത്ഥിക്കുമായിരുന്നു. ഇന്നും അദ്ദേഹം ഒരു ദുർബലതയായി മാറിയിരിക്കുന്നത് ആ ഒരു കാരണത്താലാണെന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു. മറ്റൊന്ന്, ഡൊമിനിക് സാവിയോയുടെ ഒരു ചിത്രം, അതിമനോഹരമായ ഒരു ചിത്രം, വലിയ ചിത്രം. അതിന്റെ അടിയിൽ സംസ്കൃതത്തിൽ എഴുതി വെച്ചിട്ടുണ്ട്: പാപാത് മരണം വരം. പാപാത് മരണം വരം സംസ്കൃതത്തിലാണ് എഴുതി വെച്ചത്. പാപത്തെക്കാൾ ശ്രേഷ്ഠം മരണമാണ്.
അതിന്റെ താഴെ നിൽക്കുന്ന പിള്ളേർക്ക് ഒരു ഇത്തിരി മനപ്രയാസം ഉണ്ടാകും അല്ലേ പാപം ചെയ്യാൻ. വിദ്യാലയങ്ങൾ വിശുദ്ധീകരിക്കപ്പെടണം. എവിടെ പോയി നമ്മുടെ വിദ്യാലയങ്ങളിലെ തിരുഹൃദയ പ്രതിഷ്ഠകള്? എല്ലാ ആദ്യ വെള്ളിയാഴ്ചയും അരങ്ങേറുന്ന വിശുദ്ധ കുർബാന സ്വീകരണത്തിന്റെ അഴകുറ്റ ചിത്രങ്ങൾ നമ്മുടെ മനസ്സുകളിലില്ലേ? കുടുംബങ്ങൾ നവീകരിക്കപ്പെടണം. കുടുംബങ്ങൾ നവീകരിക്കപ്പെടണം എന്ന് പറഞ്ഞാല് ഒരു ധ്യാനത്തിന് കൂടി അടുത്ത ധ്യാനത്തിന് കൂടണം എന്നാണ് അതിന്റെ അർത്ഥം എന്ന് നിങ്ങളും വിചാരിക്കില്ല, ഞാനും വിചാരിക്കില്ല. മനുഷ്യബന്ധങ്ങളിലും മാറ്റം വരണം. സമീപനങ്ങളിലും ആശയങ്ങളിലും ദർശനങ്ങളിലും മാറ്റം വരണം. അത് അപ്പനും അമ്മയ്ക്കും മാത്രമല്ല, പിള്ളേരെ അങ്ങനെയാകാൻ പഠിപ്പിക്കുകയും ചെയ്യണം. ദൈവത്തിന് മുമ്പാകെ വർജ്യമായതൊക്കെ നമുക്ക് വർജ്യമാണെന്നും സ്വീകാര്യമായതൊക്കെ സ്വീകാര്യമാണെന്നും അഴകുഴപ്പ പരിശീലന പരിപാടികളൊന്നുമില്ല. സാമൂഹികമായ മാറ്റത്തിന് വേണ്ടി ശ്രമിക്കാൻ തന്നെയല്ല, പ്രവർത്തിക്കാൻ തന്നെ നമ്മൾ നിർബന്ധിതരാകണം. എന്തെങ്കിലുമൊക്കെ കാര്യലാഭത്തിന് വേണ്ടിയുള്ള സാമൂഹിക പ്രവർത്തനം അല്ല ഉദ്ദേശിക്കുന്നത്. സംശുദ്ധമായ സാമൂഹിക പ്രവർത്തനം, മനുഷ്യന്റെ മഹനീയതയെ മുന്നിൽ കണ്ടുകൊണ്ടുള്ള സാമൂഹിക പ്രവർത്തനം. അതുകൊണ്ട് 94 വരുമ്പോൾ അദ്ദേഹം പറയുന്നു, ജ്ഞാനസ്നാനവുമായി ബന്ധപ്പെടുത്തിയിട്ടാണ് പറയണം എന്ന് പറഞ്ഞു വെച്ചിട്ട് അതിന്റെ റെസ്പോൺസിബിലിറ്റി നമ്മുടെ പെരടിയിലേക്ക് വെച്ച് തരികയാണ്. ജ്ഞാനസ്നാനം സ്വീകരിച്ച ഏവനും ഇതിന് ഉത്തരവാദിത്വം ഉണ്ട് എന്നാണ് അദ്ദേഹം പറഞ്ഞു വെക്കുന്നത്. ഓരോരുത്തരും താങ്കളുടെ ജീവിതാന്തസ്സിന് അനുസൃതമായി ഇതിന് സാക്ഷ്യം വഹിക്കാൻ, ദൈവവചനത്തിന് സാക്ഷ്യം വഹിക്കാൻ വിധിക്കപ്പെട്ടിരിക്കുന്നു, വിളിക്കപ്പെട്ടിരിക്കുന്നു. ഇതാണ് ദൈവജനത്തിന്റെ ഉത്തരവാദിത്വം. ദൈവജനം സ്വഭാവേന പ്രേഷിതയാണെന്ന് ചുരുക്കം, അയക്കപ്പെട്ടവളാണ്. അത് അദ്ദേഹം പിന്നീട് അങ്ങോട്ട് വളരെ കൃത്യമായിട്ട് കാറ്റഗറിക്കലായിട്ട് പറയുന്നുണ്ട് കേട്ടോ, പട്ടിക തിരിച്ച് പറയുന്നുണ്ട്. മെത്രാന്മാരും വൈദികരും ജീവിതം മുഴുവൻ പ്രഘോഷിക്കാൻ വേണ്ടിയുള്ളവരാണ്. മെത്രാന് ആകെ നമുക്കറിയാമല്ലോ, ആകെ 3 പണിയാണുള്ളത്. ഒന്നാമത്തേത് പ്രഘോഷണം, രണ്ടാമത്തേത് തത്തുല്യമായ പ്രാധാന്യമുള്ള മറ്റൊരു പണിയാണ്, അത് പ്രഘോഷണം. മൂന്നാമത്തേതും അവസാനത്തേതും ഒഴിച്ചുകൂടാനാവാത്തതുമാണ് പ്രഘോഷണം. അപ്പൊ നമുക്ക് മനസ്സിലായി എന്താണ്. തൻ്റെ ഇടയനടുത്ത ജോലിയിൽ തനിക്ക് ലഭിച്ചിരിക്കുന്ന ഓരോരുത്തരെയും വിശ്വാസത്തിൽ ഉറപ്പിക്കാൻ വേണ്ടിയുള്ള ശൈഹിക പാരമ്പര്യത്തിൽ അധിഷ്ഠിതമായ പ്രഘോഷണമാണ് അദ്ദേഹത്തിൻ്റെ. ആ ചുമതല, ശൈഹിക പാരമ്പര്യത്തിൽ അധിഷ്ഠിതമായ ആ ചുമതലയുടെ അദ്ദേഹം പ്രഘോഷിച്ചു കൊണ്ടേയിരിക്കണം. മെത്രാന്റെ പൂർണ്ണ പൗരോഹിത്യത്തിൽ പങ്കാളികളായ എല്ലാ വൈദികരും പ്രഘോഷിച്ചു കൊണ്ടേയിരിക്കണം. കാലത്തിനനുസൃതമായി, സാഹചര്യത്തിനനുസൃതമായി, സന്ദർഭത്തിനനുസൃതമായി ക്രിസ്തുവിനെ വിശദീകരിക്കാൻ അവർ കടപ്പെട്ടിരിക്കുന്നു. ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന സംഗതികളെ ഊന്നി നിന്നുകൊണ്ട്, ചരിത്ര വസ്തുതകളിൽ ഊന്നി നിന്നുകൊണ്ട്, അത് ഇന്നിന്റെ പ്രകാശത്തിൽ, ഇന്നിന്റെ സന്ദർഭത്തിൽ അതിനെ വിശദീകരിക്കാനുള്ള കൃത്യമായ ബാധ്യത അവർക്ക്. ഒട്ടും കുറവില്ലാതെ ആത്മാവിനും ഇതേ ചുമതല തന്നെ. ഒരു ചെറിയ വ്യത്യാസമേ ഉള്ളൂ സാക്ഷ്യത്തിന്റെ കാര്യത്തിലും അവരുടെ ജീവിതത്തിന്റെ കാര്യത്തിലും. അതിതാ, ഈ സന്യസ്തർ, നമുക്ക് അങ്ങനെ അല്ല, സമർപ്പിതർ അങ്ങനെ പറയാം. അതിനകത്ത് മെത്രാൻ തൊട്ട് ഇങ്ങോട്ട് വേണ്ട, നമുക്ക് കയറ്റി പിടിക്കാം. മാർപ്പാപ്പ തൊട്ടിട്ട് ഇങ്ങോട്ട് സന്യാസ സമൂഹങ്ങൾ അടക്കമുള്ളവര് അവരുടെ സാക്ഷ്യം കൊണ്ടാണ് അവരുടെ ജീവിതം. സന്യസ്ത വർഷത്തില് ഉണരുവിൻ, ആനന്ദിക്കുവിൻ, ആനന്ദത്തിന്റെ സാക്ഷികൾ, ഇങ്ങനെ 3 ലഘു പ്രബോധനങ്ങളുണ്ട്. അതില് ആനന്ദിക്കുവിൻ എന്നതിലാണ് തിരുസംഘം പറയുന്ന കാര്യം ഇതാ:
ഉയർത്തപ്പെട്ട അടയാളമാണ് അവര്. ഏതിനു വേണ്ടി ഉയർത്തപ്പെട്ട? ഈ ലോകത്തിൽ അവരുയർത്തപ്പെട്ടിരിക്കുക ഒരടയാളമായിട്ട്, നിത്യജീവിതത്തിന്റെ അടയാളമായിട്ട്. എന്തിനാ അച്ഛനായേ എന്ന ചോദ്യത്തിന് ഉത്തരം അതാ. എന്തിനാ സിസ്റ്ററാകാൻ പോയേ എന്നുള്ളത് ലോകത്തിന്റെ ഗതി അനുസരിച്ചിട്ട് കന്യാസ്ത്രീ അല്ലല്ലോ. കുഞ്ഞുകുട്ടി പരാധീനങ്ങളായി ലോകം കുട്ടികൾ പെരുകാനുള്ള അനുഗ്രഹവും കിട്ടിയിട്ടുണ്ടല്ലോ. എന്താ പിന്നെ പെരുകാത്തത്? ഉത്തരം ഇതാണ്, ഇതിനപ്പുറത്തേക്കൊരു ലോകമുണ്ട്. പരലോകത്തിന്റെ യഥാർത്ഥമായ ഇന്നത്തെ സ്പർശ്യമായ അടയാളമാണ് അവർ. സാക്ഷ്യത്തിന്റെ ജീവിതം എന്ന് പറയുന്നത് അതാണ്, പ്രധാനമായും അതാ. ഈ ലോകത്തിലായിരിക്കുകയും ഈ ലോകത്തിൻ്റെതല്ലാത്ത രീതികൾ കൊണ്ട് നയിക്കപ്പെടുകയും ഈ ലോകത്തിലായിരിക്കുകയും ഈ ലോകത്തിൻ്റെതല്ലാത്ത മുൻഗണനകൾ കൊടുക്കുകയും. ഈ ലോകത്തിന്റെ മുൻഗണനയല്ലല്ലോ അവരുടേത്, ആകരുതല്ലോ. ഈ ലോകത്തിലായിരിക്കുകയും ഈ ലോകത്തിൻ്റെതായ അഭിരുചിക്ക് വിധേയരാവാതിരിക്കുകയും ഈ ലോകത്തിലായിരിക്കുകയും ഈ ലോകത്തിൽ അതേസമയം തങ്ങളുടേതായ ഒരു ഇടം കെട്ടിപ്പടുക്കാൻ ശ്രമിക്കാതിരിക്കുകയും ചെയ്യുന്ന നിത്യജീവിതത്തിന്റെ സജീവവും സുനിശ്ചിതവുമായ അടയാളങ്ങളാണവർ. സമാധാനമായി. അപ്പൊ നമ്മുടെ കാര്യം അല്ലേ, അതിനൊന്നും ഇല്ലല്ലോ. അവരൊക്കെ അങ്ങനെയൊക്കെ ഉള്ള സ്ഥിതിക്ക് നമ്മൾ അല്ല. വാക്കൊന്ന് തിരിച്ചിട്ടാൽ നമ്മളായി, ഒരാത്മായനായി. ആദ്യത്തേത് സാക്ഷ്യം കൊണ്ട് ജീവിതമാണെങ്കിൽ രണ്ടാമത്തേത് ജീവിതം കൊണ്ട് സാക്ഷ്യമാണ്. ജീവിതം കൊണ്ടാണ് നമ്മുടെ സാക്ഷ്യം. ഈ ജീവിതത്തിന് എന്താണ് അർത്ഥം എന്ന് മുഴു ജീവിതം കൊണ്ടും മുഴു ലോകത്തോടും പറഞ്ഞു കൊടുക്കാനുള്ള ബാധ്യതയാണ് നമ്മുടേത്. ഓരോരുത്തർക്കും, സ്ത്രീ പുരുഷന്മാർക്ക് മുഴുവനുണ്ട്. ഇനി അങ്ങോട്ട് സ്ത്രീകളുടെ കാര്യം വളരെ പ്രത്യേകമായിട്ട് മാർപ്പാപ്പ പറയുന്നുണ്ട്. എന്നാലും പറയുക, അപ്പസ്തോലന്മാര് ബഹുകേമന്മാരായിരുന്നു. അവരെ ലോകത്തിലേക്ക് പറഞ്ഞു വിട്ടത് ക്രിസ്തു ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു എന്ന സദ്വാർത്ത അവരോട് പറഞ്ഞത് അപ്പസ്തോലന്മാരുടെ അപ്പസ്തോല എന്നറിയപ്പെടുന്ന മറിയം മഗ്ദലേനത്തെ. അതുകൊണ്ട് തന്നെ സ്ത്രീകളാണ് ഒരു കുടുംബത്തെ, ഒരു വ്യക്തിയെ, ഒരു സമൂഹത്തെ മകൻ എന്ന നിലയ്ക്ക്, ഭർത്താവ് എന്ന നിലയ്ക്ക്, സഹോദരൻ എന്ന നിലയ്ക്ക്, സഹോദരി എന്ന നിലയ്ക്ക് ലോകത്തിലേക്ക് പറഞ്ഞു വിടുന്നത് സ്ത്രീകളാണ് എന്നുള്ളത് നിസ്സംശയം പറയാവുന്ന കാര്യമാണ്. അപ്പസ്തോലന്മാരുടെ അപ്പസ്തോലൻ. അടുത്തത് 95-ാം ഖണ്ഡികയിലെ വിജാതീയരുടെ ഇടയിലെ വിശ്വാസ പ്രഘോഷണത്തെ കുറിച്ചിട്ടാണ് പറയുന്നത്. വിജാതീയരുടെ ഇടയിലെ വിശ്വാസ പ്രഘോഷണം. ക്രിസ്തുവിന്റെ സുവിശേഷം അതറിയാവുന്നവർക്ക് മാത്രമായി പരിമിതപ്പെടുത്തരുത്. ഇത് വളരെ 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 നമുക്ക് റെലവന്റ് ആയിട്ടുള്ള ഒരു സംഗതിയാണ്. ക്രിസ്തുവിന്റെ സുവിശേഷം അതറിയാവുന്നവർക്ക് മാത്രമായി പരിമിതപ്പെടുത്തുന്നതിൽ ഒരർത്ഥവുമില്ല. ഇപ്പോ അതിന്റെ ഒരു ഉദാഹരണം പറയാനാണെങ്കിൽ, അത് ഈ അടുത്ത കാലത്തെ ഒരു പ്രവണതയാണ് നമ്മുടെയൊക്കെ ജീവിത. ഞാൻ ആ അതിന്റെ ഒരു ഉദാഹരണം പറയുന്നത് എന്തിനാ വെച്ചാൽ അത് ആ വാക്ക് എങ്ങനെയാണ് നമ്മളെ ബാധിക്കുന്നത് എന്നുള്ളത് പറയാൻ വേണ്ടിയാ. ഒരു 30 കൊല്ലം, ഒരു 20 കൊല്ലം മുമ്പ് വരെ, അല്ലെങ്കിൽ ഒരു 15 കൊല്ലം മുമ്പ് വരെ, നമുക്ക് അങ്ങനെ വേണമെങ്കിൽ പിടിക്കാം, ഉള്ള ഒരു 15 കൊല്ലം, അതായത് ഒരു 30 കൊല്ലത്തിന് മുമ്പും ശേഷവും ഒരു 15 കൊല്ലത്തിന് മുമ്പുള്ള 15 കൊല്ലം, ക്രിസ്തുവിനെ അറിയാത്തവർ ക്രിസ്തുവിനെ അറിഞ്ഞ ധാരാളം സംഭവങ്ങൾ നമ്മൾ ഇങ്ങനെ അനുനിമിഷം അനുദിനം കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പൊ അത് കേൾക്കുന്നില്ലല്ലോ. എന്താ കാര്യം? ധ്യാനമന്ദിരത്തിലൊന്നും ആള് കുറവുണ്ടായിട്ടൊന്നുമല്ല, ഒക്കെ ഉണ്ട്, എല്ലായിടത്തും ഉണ്ട്. എന്തോ ഒന്ന് പറ്റിയിട്ടുണ്ട്. ആ പറ്റിയത് എന്താണെന്ന് നമ്മൾ നമ്മൾ തന്നെ ചിന്തിച്ച് കണ്ടുപിടിക്കുന്നതാണ്. അടുത്ത അദ്ദേഹം പറയുന്നത്, വിശ്വാസമില്ലാത്തവരിലേക്കും സുവിശേഷം പ്രഘോഷിക്കണം.
വിശ്വാസമില്ലാത്തവന്റെ ജീവിതത്തിലേക്കും സുവിശേഷവുമായി കടന്നു ചെല്ലാനുള്ള ബാധ്യത നമുക്ക് ഓരോരുത്തർക്കും ഉണ്ട് എന്ന് അദ്ദേഹം പറഞ്ഞിട്ട് അടുത്ത കാര്യം പറയുക. എന്തുകൊണ്ടെന്നാൽ രക്ഷയുടെ അടയാളമായ ദൈവവചനം എല്ലാ കാലത്തെയും മനുഷ്യർ ശ്രവിക്കേണ്ടതാണ്. അത് പരസ്യമായി ഘോഷിക്കപ്പെടേണ്ടതാണ്. അരൂപിയുടെ ശക്തിയിൽ ഓരോരുത്തരെയും നാം കാണേണ്ടിയിരിക്കുന്നു. ആ വാക്കിന് ഒത്തിരി അർത്ഥമുണ്ട്. ഓരോ മനുഷ്യന്റെയും വില മനസ്സിലാക്കണം. അതിന് പരിശുദ്ധാത്മാവ് വേണം നമ്മുടെ ജീവിതത്തിൽ. കേൾക്കാതെ പോകുന്നവൻ, അനുതപിക്കാതെ പോകുന്നവൻ, യേശുവിനെ നിരാകരിച്ചു പോകുന്നവൻ പോയിട്ട് ചെന്നേച്ചു വരട്ടെ എന്നുള്ളതല്ല. അവനുകൊണ്ടൊരു ജീവിതം, അവനുകൊണ്ടൊരു മനുഷ്യന്റെ മഹനീയത, അവനിലും കൊണ്ടൊരു ആത്മാവ്, എരിയുന്ന ആത്മാവ് വേണം നമുക്ക്. അവന് വേണ്ടി എരിയുന്ന ആത്മാവ് വേണം. അതുകൊണ്ട് അരൂപിയുടെ ശക്തിയിൽ വേണം നമ്മൾ ഓരോരുത്തരെയും കാണാൻ. അത് മാനസാന്തരപ്പെടുത്തുന്ന ശക്തിയാണ്. അത് കൂടം കൊണ്ടടിക്കുന്ന വചനത്തിന്റെ ശക്തി വ്യാപരിക്കാൻ നമ്മളെ കൊണ്ട് അത് ഉപയോഗിക്കാൻ നമ്മളെ പ്രാപ്തരാക്കുന്ന ശക്തിയാണ്. അടുത്തത് അദ്ദേഹം പറയുന്നത് ദൈവത്തിന്റെ വചനം കേൾക്കാനുള്ള സ്വാതന്ത്ര്യവും അവകാശവും ജനങ്ങൾക്ക് സംരക്ഷിക്കപ്പെടണം. അത് ഉറപ്പുവരുത്തണം. ദൈവവചനം നിർബാധം പ്രഘോഷിക്കാനുള്ള അവസരവും അവകാശവും വിശ്വാസിക്കുണ്ടായിരിക്കണം. അപ്പൊ തന്നെ നമ്മൾ ചോദിക്കും, അങ്ങനെ ഇല്ലെങ്കിലോ? അങ്ങനെ ഒരു അവസരമൊന്നും ഇല്ലെങ്കിലോ? ഇല്ലെങ്കിൽ അടുത്ത ഭാഗം പറയും, പീഡനം വന്നാൽ പോലും ഫലപ്രദമായി പ്രഘോഷിക്കുന്നതിനുള്ള മാർഗങ്ങൾ തേടണം. പീഡനം വന്നാൽ പോലും ഫലപ്രദമായി ദൈവവചനം പ്രസംഗിക്കുന്നതിന്, പ്രഘോഷിക്കുന്നതിന്, അവരന്റെ ജീവിതത്തിൽ എത്തിച്ചു കൊടുക്കുന്നതിനുള്ള മാർഗങ്ങൾ തേടണം. ഇങ്ങനെ രക്ഷയുടെ വചനം പ്രഘോഷിക്കുന്നത് സഭയുടെ കടമയാണ്. മാർപ്പാപ്പ 95-ാം ഖണ്ഡിക ഉപസംഹരിക്കുന്നു. ഇനി 96 ആരംഭിക്കുന്നത് രണ്ട് വിശുദ്ധന്മാരെ സ്പർശിച്ചോണ്ടാണ്. എവാഞ്ചലി നൂൻഷ്യാന്തി എന്ന വിശുദ്ധ പോളാറാമന്റെ സുവിശേഷ പ്രഘോഷണം എന്ന ചാക്രിക ലേഖനത്തെ അടിസ്ഥാനപ്പെടുത്തി വിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ റെദംതോരിസ് മിസ്സ രക്ഷകന്റെ മിഷനിൽ പറഞ്ഞ ഒരു ചെറിയ വാക്യം. ഇത്രയും രണ്ടുപേരെ എടുത്തു പറഞ്ഞിട്ട് ഒരു ചെറിയ വാക്യം പറയേണ്ട കാര്യമുണ്ടോ എന്ന് നിങ്ങൾ ചോദിക്കും. ഉണ്ട്. അതിതാണ്, ഒരു പുതിയ സുവിശേഷ പ്രചരണ കാലം ഉണ്ടാക്കണം. ഒരു പുതിയ സുവിശേഷ പ്രചരണ കാലം. അത് ഈ 3-ാം സഹസ്രാബ്ദത്തിന്റെ തുടക്കത്തില് 3 പേരെ അവിടെ മുന്നിൽ കാണുന്നത്. ഒന്ന്, ഇനിയും സുവിശേഷം കേൾക്കാത്തവർ. രണ്ടാമത്തേത്, ഫലപ്രദമായി കേട്ടിട്ടില്ലാത്തവർ. നാമമാത്ര ക്രിസ്ത്യാനികൾ അങ്ങനെയൊക്കെ ഉണ്ടല്ലോ. മൂന്നാമത്തേത്, മതേതരത്വത്തിന് അടിമകളായവർ. അതൊരു വിശാലമായ സംഗതിയാണ്, ഒത്തിരി പറയാനുള്ളത്. ഇതിനി ഇവാഞ്ചലി നൂൻഷ്യാന്തിയിൽ നമ്മൾ പഠിക്കേണ്ടുന്ന ഒരു പ്രബോധനാണത്. അതിനുള്ളിൽ ഒരുപാട് പേരുടെ കാര്യം പറയുന്നുണ്ട്. പ്രായോഗിക നിരീക്ഷകന്മാർ കാര്യം വിശ്വാസമൊക്കെ ഉണ്ടാവും, പക്ഷെ പ്രയോഗത്തിൽ വരുമ്പോൾ ഒന്നും ഉണ്ടാവില്ല. നിരീശ്വരനായിരിക്കും. ക്രിസ്തുവിനെ മതിയായ വണ്ണം കേട്ടിട്ടില്ല. നാമമാത്ര ക്രിസ്ത്യാനികളാണ്. അങ്ങനെ എന്തൊക്കെയോ ഉണ്ടെന്നൊക്കെ അറിയാം, പള്ളിയിലൊക്കെ പോകണമെന്നൊക്കെ അറിയാം. എന്തിനിപ്പോ പോകുന്നു? പോയില്ലരിപ്പം എന്നെ ഓടും. നാമമാത്ര ക്രിസ്ത്യാനികൾ, വിശ്വാസം ഇല്ല. ഇനിയും സുവിശേഷം ഒട്ടും കേട്ടിട്ടില്ലാത്തവര്, കേട്ടിട്ട് അവഗണിച്ചവരെ, ഇങ്ങനെ ഒരുപാട് പേരുണ്ട്. അതുകൊണ്ട് അദ്ദേഹം പറയുന്നു, ദൈവവചനവും ക്രൈസ്തവ സാക്ഷ്യവും എന്നത് ഒരേ നാണയത്തിന്റെ 2 വശങ്ങളാണ്. ദൈവവചനം ഉപയോഗിച്ച് ക്രൈസ്തവ സാക്ഷ്യം. ക്രൈസ്തവ സാക്ഷ്യത്തിൽ വേണ്ടത് ദൈവവചനം മാത്രമാണ്. ദൈവവചനം മാത്രം എന്ന് പറഞ്ഞാൽ ദൈവവചനത്തിന്റെ ശക്തിയാലാണ് ക്രൈസ്തവ സാക്ഷ്യം പൂർത്തീകരിക്കേണ്ടുന്നത്. അതിന് അതിവിശാലമായ ചക്രവാളങ്ങളുണ്ട്. ഈ ഭൂമുഖത്തെ സർവ്വജനതകളോടും പ്രഘോഷിക്കേണ്ടുന്നതാണ്. അരൂപിയുടെ നിറവിലാണ് നമ്മൾ അത് ചെയ്യേണ്ടുന്നത്. അദ്ദേഹം പറയുന്നു, പുതിയ മാർഗങ്ങൾ തേടണം. പുതിയ മാർഗങ്ങൾ തേടണം. എന്ത് പുതിയ മാർഗങ്ങൾ തേടണം എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം
ഏറെ തെറ്റിദ്ധരിക്കപ്പെട്ട ഒരു വാക്കാണ് പുതിയ മാർഗങ്ങൾ. ഉടനെ തന്നെ നമ്മൾ വാട്സാപ്പ് എടുക്കുക. ഇത്രയും സുഖമുള്ളൊരു പണിയില്ലല്ലോ വാട്സാപ്പ് സുവിശേഷ പ്രഘോഷണം. എടുത്തു, ഫോർവേഡ് ചെയ്തു, പിന്നെ അല്ല അവനങ്ങ് നന്നാകട്ടെ. എന്താണ് ഈ സംഭവം, എന്നോട് എന്തെങ്കിലും പറയുന്നുണ്ടോ എന്ന് പോലും ശ്രദ്ധിക്കുന്നില്ല. അല്ല, പുതിയ മാർഗങ്ങൾ എന്നത് ഇത്തരത്തിലുള്ള കൃത്രിമമായ ചില പരസ്യപ്പെടുത്തലുകളല്ല. ഈ പുതിയ മാർഗങ്ങൾക്കൊന്നും അത്ര വലിയൊരു, നമ്മൾ വിചാരിക്കുന്ന പല പുതിയ മാർഗങ്ങൾക്കും അത്രയൊന്നും ഒരു പെനട്രേഷൻ കപ്പാസിറ്റി ഇല്ലെന്ന്, എങ്ങ് തുളച്ചു കയറുന്നൊന്നുമില്ലത്. ഒന്ന് ആലോചിച്ച് നോക്കിയേ, എത്ര ഹിറ്റുണ്ട്, എത്ര പേര് കണ്ടിട്ടുണ്ട്, എത്ര ഇങ്ങനെ സംഗതികളുണ്ട്? അതില്ല, ഉണ്ട്, വേണ്ടുവോളം ഇല്ല. അത് ആ മെസ്സേജ് അർഹിക്കുന്നിടത്തോളം ഇല്ല. അതാണ് അതിന്റെ ശരി. ഇനി ഗംഭീരമായ എത്രയോ കേകളൊക്കെ പിന്നെ ലൈക്ക് ചെയ്തിട്ടുള്ളത്, അതൊക്കെ എന്തെങ്കിലുമൊക്കെ ഒരു താല്പര്യം ഉണ്ടായിട്ടായിരിക്കും കേട്ടിട്ടുണ്ടാവുക. ആ താല്പര്യം ക്രിസ്തുവിന്റെ സുവിശേഷത്തിൽ, കൃത്യമായും സുവിശേഷത്തിൽ അധിഷ്ഠിതമായിട്ടുണ്ടോ എന്നുകൊണ്ട് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ഇനി അത് മുഴുവൻ കേട്ടതാണോ? ചുരുക്കത്തില് നമ്മൾ വിചാരിക്കുന്നത് പോലെ സരളമല്ല ഈ ദൈവവചനത്തെ അനുദിന ജീവിതത്തിന്റെ, ആധുനിക ലോകത്തിന്റെ പശ്ചാത്തലത്തിൽ പ്രസംഗിക്കുക എന്ന് പറയുന്നത് നമ്മൾ വിചാരിക്കുന്ന പോലെ ഋജുവും സരളവുമായ ഒരു മാർഗവും അതിനകത്തില്ല. സനാതനമായ മാർഗം ഞാൻ വിശ്വസിക്കുന്നത് ഒന്നേ ഉള്ളൂ, അത് പേഴ്സൺ ടു പേഴ്സൺ ഇവാഞ്ചലൈസേഷൻ. ബാക്കി എന്തുണ്ടെങ്കിലും അതൊരു മോണോലോഗാണ്. ആധുനിക ലോകത്തിൽ നമ്മൾ സ്വീകരിച്ചിരിക്കുന്നത് മുഴുവൻ ഒരു മോണോലോഗാണ്. ഒരാൾ തന്നെ പറയുന്നു. അത് വാട്സാപ്പ് ആവാം, അല്ലെങ്കിൽ യൂട്യൂബ് ആകാം, അല്ലെങ്കിൽ പ്രസംഗങ്ങളാവാം, അല്ലെങ്കിൽ നേരിട്ട് ധ്യാന പ്രസംഗങ്ങളാകാം, എന്തു ആവാം. എന്നാൽ ക്രിസ്തു കൊടുക്കപ്പെടുന്നത്, ക്രിസ്തു വാങ്ങപ്പെടുന്നത് പരസ്പരമുള്ള സംഭാഷണങ്ങളിലൂടെ. തെളിവ് വേണമെങ്കിൽ ഒരു 35 കൊല്ലത്തിനും പിമ്പും ഒരു 15 കൊല്ലത്തിന് മുമ്പുമുള്ള 20 വർഷ കാലഘട്ടങ്ങളിൽ ഇതിനകത്തിരിക്കുന്ന ആളുകൾ തന്നെയുണ്ട്. അവർ താങ്കളുടെ ജീവിതത്തിലെ യൗവനങ്ങളെ ക്രിസ്തുവിനെ പങ്കുവെക്കാൻ വേണ്ടി നിശ്ചിത കാലത്തേക്കെങ്കിലും ഉപയോഗിക്കുകയും തൽഫലമായി നേർക്കുനേർ, മുഖത്തോട് മുഖം, മറ്റൊരുവന്റെ മുഖത്തെക്കുറിച്ച് സംസാരിച്ചുകൊണ്ട് ഹൃദയത്തെ കീഴ്പ്പെടുത്തുകയും കർത്താവിന് കൊടുപ്പിക്കുകയും ചെയ്ത അതിമനോഹരമായ അനുഭവങ്ങൾ. അങ്ങനെ സത്ഫലങ്ങൾ ഒരുപാട് പുറപ്പെടുവിപ്പിച്ചതാണ് നമ്മുടെ സഭ. പക്ഷെ എങ്ങനെയോ നമ്മൾ തെറ്റിദ്ധരിച്ചു പോയി. വലിയ കാര്യങ്ങളാണ് നമ്മൾ ചെയ്യേണ്ടതെന്ന്. അല്ല, കുഞ്ഞു കാര്യങ്ങളായിരുന്നു. കുഞ്ഞു കാര്യങ്ങൾ. അവൻ തനിക്ക് മുമ്പായി വേറെ 72 പേരെ തെരഞ്ഞെടുത്ത് ഈ 2 പേരായി ഗ്രാമങ്ങളിലേക്ക് അയച്ചു. തനിക്ക് മുമ്പായി. അങ്ങനെ നമ്മൾ പോയി കഴിയുമ്പോൾ അവൻ പുറകെ വന്നോളൂ. അതിന്റെ പേരാ പ്രഘോഷണവും സാക്ഷ്യവും എന്ന് പറയുന്നത്. ഒരേ സമയം ഇത് രണ്ടും നടക്കുകയാണ്. ഇത് തമ്മിൽ ആന്തരികമായൊരു ബന്ധമുണ്ട്. കർത്താവ് പറഞ്ഞ എല്ലാ കാര്യങ്ങളും പറയണം എന്ന മാർപ്പാപ്പ ഇവിടെ പറയുന്നത്. എന്താ കർത്താവ് പറഞ്ഞ എല്ലാ കാര്യങ്ങളും? അവൻ രോഗികളെ സൗഖ്യമാക്കി, അതെ, അത് പറയണം. അവൻ അന്യാപദേശങ്ങൾ കൊണ്ട് മനുഷ്യരെ സംതൃപ്തരാക്കി, നിശ്ചയമായും പറയണം. അഷ്ടസൗഭാഗ്യങ്ങളെ കുറിച്ച് സംസാരിച്ചു, എല്ലാം പറയണം. എല്ലാം പറയണം എന്ന് പറയുമ്പോൾ അതിനകത്ത് നിങ്ങൾക്ക് വേണ്ടി ഒരു മാളിക, എൻ്റെ പിതാവിന്റെ ഭവനത്തിൽ പല വാസസ്ഥലങ്ങളുണ്ട്, ഇല്ലായിരുന്നെങ്കിൽ ഞാൻ നിങ്ങളോട് പറയുമായിരുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് നിത്യജീവനിലേക്ക് നയിക്കുന്ന അവന്റെ പ്രബോധനത്തെയും കൂടെ നമ്മൾ പറയുന്നു. വചനത്തിന്റെ കോണ്ടക്ച്വലൈസേഷൻ ആണ് ഇന്ന് വേണ്ടത് എന്ന് അദ്ദേഹം വീണ്ടും പറയുകയാണ്. ഈ കോണ്ടക്ച്വലൈസേഷൻ സാക്ഷ്യത്തിലൂടെയാണ് നടക്കുക. അദ്ദേഹം പറയുന്നു, സാക്ഷ്യമില്ലാതെ യുവജനങ്ങൾ നമ്മളെ പിന്തുടരുകയില്ല.
യുവജനങ്ങൾക്കൊരു സാക്ഷ്യ ജീവിതം വേണം. സുവിശേഷത്തിന് വിശ്വസനീയരായ വിശ്വസ്ത സാക്ഷികൾ വേണം. ആ വാക്കിന്റെ ഒരു പ്രയോഗം നമ്മളൊന്ന് അറിയണം. വിശ്വസനീയരായവരായിരിക്കണം. അത് വിശ്വസിക്കേണ്ടത് മറ്റുള്ളവരാണ്. സാക്ഷികൾ വിശ്വസ്തരായിരിക്കണം. അവർ ആരെയാണോ സാക്ഷ്യപ്പെടുത്തുന്നത് അവരോട് വിശ്വസ്തനായിരിക്കണം. അതുകൊണ്ട് അദ്ദേഹം പറയുന്നു, പോളാറാമൻ തിരുമേനിയുടെ ഇവാഞ്ചലിൻ ശാന്തിയെ പുരസ്കരിച്ചുകൊണ്ടാണ് അദ്ദേഹം 98ാമത്തെ ഖണ്ഡിക ആരംഭിക്കുന്നത്. അദ്ദേഹം പറയുന്നു, പൊതുവായ ചില മൂല്യങ്ങളുണ്ടെന്ന് പ്രഘോഷിക്കുന്നതല്ല നമ്മുടെ ഉത്തരവാദിത്വം. പ്രത്യുത ദൈവവചനം പ്രത്യക്ഷമായി പ്രഘോഷിക്കുന്ന തലത്തിലേക്ക് നമ്മൾ എത്തിച്ചേരണം. അതിന്റെ പേരാ വിശ്വസ്തത. അദ്ദേഹം വിശ്വസ്തതയെ റീഡിഫൈൻ ചെയ്യുന്നതാണ്. എന്താണ് ഫെയ്ത്ത്ഫുൾനെസ് എന്നുള്ളതിനെ കുറിച്ച് അദ്ദേഹം പറയുന്നത് ഇതാണ്. കുറെ മൂല്യങ്ങളുണ്ടെങ്കിൽ ഉയർത്തിപ്പിടിക്കേണ്ടുന്ന മാനവിക മൂല്യങ്ങളുണ്ടെന്നും പറയുന്നത് അതിന്റെ പരമകാഷ്ഠയാണ് ക്രിസ്തീയതയെന്നും അല്ല പറയേണ്ടുന്നത്. അതുണ്ടായിക്കോട്ടെ, കുഴപ്പമില്ല. അതിനപ്പുറത്തേക്ക് ദൈവത്തിന്റെ വചനമാണെന്നും നമ്മൾ നേരത്തെ കണ്ടതാണ്. ദൈവം ഈ ഭൂമിയിലേക്ക് സ്വയം വെളിപ്പെടുത്തിയെന്നും, ഭൂമിയിൽ സ്വയം വെളിപ്പെടുത്തിയ മനുഷ്യകുലത്തിന് സ്വയം വെളിപ്പെടുത്തിയെന്നും, അവനൊരു മുഖമുണ്ടെന്നും, ചരിത്രത്തിൽ അവൻ അവതീർണനായെന്നും, ഇന്നും ജീവിക്കുന്നെന്നും പറയണം. അതിനകത്ത് നമുക്ക് വേണമെങ്കിൽ ആശയങ്ങൾ ഉണ്ടാവാം, വേണമെങ്കിൽ മൂല്യങ്ങൾ പിടിക്കണമല്ലോ. മനുഷ്യന്റെ മഹത്വം എന്ന് പറയുന്ന ഒറ്റ വിഷയത്തിൽ തൂങ്ങി നിൽക്കുന്നതല്ലേ ഈ ബാക്കി ഇത് മുഴുവൻ. അപ്പോ അദ്ദേഹം പറയുന്ന ഒരു പ്രോസസ് ഉണ്ട് കേട്ടോ. ഇത് വളരെ ശ്രദ്ധിക്കേണ്ടുന്ന ഒന്നാണ്. ജീവിതത്തിന്റെ സാക്ഷ്യം വഴി പ്രഘോഷിക്കപ്പെടുന്ന സദ്വാർത്ത. എന്ത് സദ്വാർത്തയാ? വെറുതെ പ്രഘോഷിക്കപ്പെടുന്ന സദ്വാർത്ത എന്നല്ല പറഞ്ഞത്. ജീവിതത്തിന്റെ സാക്ഷ്യം വഴി പ്രഘോഷിക്കപ്പെടുന്ന സദ്വാർത്ത ഉടൻ തന്നെയോ സാവധാനമോ പ്രത്യക്ഷമായി ദൈവവചനം പ്രഘോഷിക്കുന്നതിലേക്ക് എത്തിച്ചേരേണ്ടതുണ്ട്. പലപ്പോഴും നമുക്ക് ഒരു തുരുത്തുണ്ട്. ജീവിതസാക്ഷ്യം മതിയല്ലോ, നന്നായിട്ട് ജീവിച്ചാൽ മതിയല്ലോ, വിശ്വസതാപൂർവം ജീവിച്ചാൽ മതിയല്ലോ. ഇവിടെ ഒരു വലിയൊരു വൈതരണിയായിട്ട് ഈ വാക്യം കിടക്കുക. എന്താ അത്? ജീവിത സാക്ഷ്യം വഴി പ്രഘോഷിക്കപ്പെടുന്ന സദ്വാർത്ത പെട്ടെന്ന് നടക്കണമെന്നില്ല. ഉടൻ തന്നെയോ സാവധാനമോ പ്രത്യക്ഷമായി ദൈവവചനം പ്രഘോഷിക്കേണ്ടതിലേക്ക് എത്തിച്ചേരേണ്ടത്. പച്ച മലയാളത്തിലും ഗ്രാമ്യ ശൈലിയിലും പറഞ്ഞാലും മാക്കാൻ മൂത്ത് മരക്കാവി. ജീവിത സാക്ഷ്യത്തിൽ ആരംഭിച്ച് അതിനകത്തുകൂടി ബലപ്പെട്ട് അവൻ യേശു കർത്താവാണെന്ന് നാക്കുകൊണ്ട് അപരനോട് പറയുന്നതിൻ്റെ ആ പടികളെ കുറിച്ചിട്ടാണ് ഇവിടെ മാർപ്പാപ്പ പറയുന്നത്. സാക്ഷ്യം കണ്ട് അയാൾ തിരയണം. അയാൾ തിരയണമെന്നാണ് നമ്മൾ പറയുന്നത്. അത് വളരെ വളരെ സുഖമുള്ള ഒരിതാ. സാക്ഷ്യം മാത്രം മതി എന്ന് പറയുമ്പോ എന്നാ രസമാന്നുള്ളത് അറിയാവോ? എന്നാലോചിച്ച് നോക്കിയേ. ഞാൻ പറയുന്നത് എങ്ങനെയാണ്? ഞാൻ സാക്ഷ്യത്തിന്റെ ജീവിതമാണ് നയിക്കുന്നത്. നല്ല അസലായിട്ടാണ് ഞാൻ ജീവിക്കുന്നത്, മര്യാദക്കാരനായിട്ട്. ഉടനെ എൻ്റെ അയൽവക്കക്കാരൻ ചോദിക്കും, നീ എന്നാടാ ഇങ്ങനെ ജീവിക്കുന്നേ? അതോ ഞാൻ ക്രിസ്ത്യാനി ആയതുകൊണ്ടോ? അയ്യോ, എന്നാ എനിക്ക് ക്രിസ്ത്യാനി ആകണം. അങ്ങനെ എത്ര പേര് ആയിട്ടുണ്ട്? നമ്മുടെ ജീവിതത്തിലെ പരസ്പര സ്നേഹവും ബന്ധവും ഒക്കെ കണ്ട് അത്രയും നന്നായിട്ടാണ് ജീവിക്കുന്നത് അല്ലേ? അത് അവനും അതെന്നെ. ചുമ്മാ അവരെ മുഴുവൻ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യാതെ. ഒരു സാധാരണ സാമൂഹിക ജീവിതത്തിന്റെ ഭദ്രത ക്രിസ്തുവിലേക്ക് മനുഷ്യനെ ആകർഷിക്കാൻ പര്യാപ്തമാണോ? അല്ല എന്നതാണ് ഉത്തരം. അതുകൊണ്ട് തന്നെ ഒരു വ്യത്യസ്തമായ ഒരു സാക്ഷ്യ ജീവിതമാണ് നമുക്ക് വേണ്ടത്. ഈ വ്യത്യസ്ത സാക്ഷ്യ ജീവിതം അതിൽ തന്നെ ഒതുങ്ങുകയല്ല വേണ്ടത്, അത് പ്രഘോഷണത്തിലേക്ക് തിരിയണം. അടുത്തത് അദ്ദേഹം വളരെ കൃത്യമായി ഷാർപ്പ് ആൻഡ് ഷ്രൂഡായിട്ട് ചില കാര്യങ്ങൾ പറഞ്ഞു വെക്കുകയാണ്. ദൈവപുത്രനായ നസറായനായ യേശുവിന്റെ പേരും പ്രബോധനവും ജീവിതവും വാഗ്ദാനങ്ങളും ദൈവരാജ്യവും ദിവ്യരഹസ്യവും.
ഒന്നുകൂടെ പറയാം, ഓർമ്മിക്കാൻ വേണ്ടിയാ. ദൈവപുത്രനായ നസറായനായ യേശുവിന്റെ പേരും പ്രബോധനങ്ങളും ജീവിതവും ദാനങ്ങളും ദൈവരാജ്യവും ദിവ്യരഹസ്യവും പ്രഘോഷിക്കപ്പെടുന്നില്ലെങ്കിൽ യഥാർത്ഥ സുവിശേഷം പ്രഘോഷണം നടക്കുന്നില്ല. യഥാർത്ഥ സുവിശേഷ പ്രഘോഷണം അവിടെ നടക്കുന്നേയില്ല. നല്ല മനുഷ്യനായിരിക്കും, നല്ലത് പറയിപ്പിക്കുന്നുണ്ടാവും. അവരുടെ ജീവിതത്തിലേക്ക് ക്രിസ്തുവിന്റെ പേരെത്തിപ്പെടണമെങ്കിൽ, അവരുടെ ജീവിതത്തിലേക്ക് ക്രിസ്തു പ്രഘോഷിക്കപ്പെടണമെങ്കിൽ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. സാക്ഷ്യം ക്രൈസ്തവ പീഡനങ്ങളും ക്രൈസ്തവ വിദ്വേഷങ്ങളും ഒക്കെ ആവശ്യപ്പെടുന്നുണ്ട്. അത് ജനറേറ്റ് ചെയ്യുന്നുണ്ട്, തീർച്ചയായിട്ടും ഉണ്ട്. അത് നമ്മൾ അറിയണം, ഇല്ലാന്ന് പറയാൻ പറ്റുകയില്ല. പക്ഷേ അദ്ദേഹം പറയുന്നു അതൊന്നും നമ്മളെ ഭയപ്പെടുത്തിയിട്ട് കാര്യമൊന്നുമില്ല. നമ്മൾ പറയുന്നത് അങ്ങനെയാണല്ലോ, അതിനൊന്നും നമുക്ക് ആകുകയല്ല. ഇപ്പൊ നമ്മൾ അത്രയല്ലേ ഉള്ളൂ, അത്രേ ഉള്ളൂ. മാത്രമല്ല മാർപ്പാപ്പ ഓർമ്മിപ്പിക്കുന്ന ഒരു കാര്യം വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷത്തിന്റെ 15:20, ദാസൻ യജമാനേക്കാൾ വലുതല്ലല്ലോ, ദാസൻ യജമാനേക്കാൾ വലിയവനല്ലല്ലോ. യജമാനോട് ഇങ്ങനെ ചെയ്തെങ്കിൽ പിന്നെ ദാസനോട് അങ്ങനെ ചെയ്യലാന്ന് ചെയ്യൂന്നുള്ളത് ഉറപ്പല്ലേ? നമ്മുടെ കവി പറഞ്ഞതുപോലെ അപ്പക്കോൽ എലി തിന്നാൽ അപ്പത്തിൻ കഥയും താൻ. അപ്പം കോർത്തു വെച്ച കോലുണ്ടല്ലോ, അത് എലി തിന്നു. അപ്പൊ പിന്നെ അപ്പത്തിന്റെ കാര്യം എന്താ എന്ന് ചോദിച്ചതുപോലെ ക്രിസ്തുവിന്റെ സ്വീകാര്യത നമുക്കൊക്കെ അറിയാം. അവന്റെ ഇഹലോക ജീവിതകാലത്ത് അവനുണ്ടായിരുന്ന സ്വീകാര്യയും തിരസ്കരണവും ഒക്കെ നമ്മുടെ മുമ്പിലുണ്ട്. അവൻ നമ്മളെ ആശ്വസിപ്പിക്കുന്നുമുണ്ട്. എനിക്കിട്ട് ഇത്രയൊക്കെ കിട്ടിയെങ്കിൽ നിങ്ങൾക്കിട്ടും കിട്ടും. എന്റെ തന്റെ കുരിശും എടുത്ത് എന്നെ അനുഗമിക്കാത്തവൻ എനിക്ക് യോഗ്യനല്ല. ഇതിനകത്ത് പറഞ്ഞിട്ടുള്ള കാര്യമല്ല കേട്ടോ. ഏറെ എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഞാൻ പറയുക, ഏറെ എന്താ പറയുക, തെറ്റിദ്ധരിക്കപ്പെടുന്ന ഒരു വാക്കാത്. ഇതൊരു അഭിപ്രായം മാത്രമാണ്. നാളെ ഞാൻ ഈ അഭിപ്രായമൊക്കെ ഒന്ന് തിരുത്തിയേക്കാം. അതിനേക്കാളും ശ്രേഷ്ഠമായ മറ്റൊരു അഭിപ്രായം വന്നാൽ ഞാൻ അതിൻ്റെ കൂടെ കൂടി, യാതൊരു സംശയമില്ല. ഒരു അഭിപ്രായത്തിൽ കുരിശെന്ന് പറഞ്ഞാൽ ദുഃഖവും സങ്കടവും പ്രാരാബ്ധവും അമൃതവും കുഞ്ഞുകുട്ടി പരാധീനങ്ങളും ഒക്കെയാണ് കുരിശ്. ഇങ്ങനെ ജീവിതത്തിലെ സങ്കടങ്ങൾ മുഴുവൻ കുരിശാണ്. ആണ്, അല്ലെന്നൊന്നുമില്ല. പക്ഷെ കുരിശെന്ന് പറഞ്ഞാല്, തന്റെ കുരിശ് എടുക്കാൻ പറഞ്ഞാൽ അതിന്റെ അർത്ഥം അന്നത്തെ ആ കാലഘട്ടത്തിലെ സമ്പ്രദായം അനുസരിച്ചിട്ട് ചുമ്മാ ഒരുത്തനെയും ഒരുത്തന്റെ തോളയിലും ഒരു കുരിശും വെച്ചു കൊടുക്കുകയില്ല. അതിന്റെ ചട്ടവട്ടാദികളൊക്കെ ഇന്നലെ കേട്ടതാ നിങ്ങൾ, എങ്ങനെയാ ഒരുത്തനെ കുരിശുമരണത്തിന് വിധിക്കുന്നതെന്നുള്ളത്. കുരിശുമരണത്തിന് വിധിക്കപ്പെട്ട, മരണത്തിന് വിധിക്കപ്പെട്ട ഒരുത്തന്റെ ചുമലിൽ വെച്ചു കൊടുക്കുന്ന സാധനത്തിന്റെ പേരാ കുരിശ്. അവൻ അകത്തേ കിടന്നാ മരിക്കേണ്ടത്. നിങ്ങൾ നിങ്ങളുടെ മരണവാറണ്ട് കൊണ്ട് എന്നെ അനുഗമിക്കാനാ പറഞ്ഞത്. നിങ്ങളുടെ വധോപകരണം നിങ്ങളുടെ ചുമലിൽ ഉണ്ടെന്ന്. പിന്നെ നിനക്ക് അത്രയേ ഉള്ളൂ ആയുസ്. പിന്നെ നിനക്ക് അത്രയേ ഉള്ളൂ ജീവിതത്തെക്കുറിച്ചുള്ള, ഈ ജീവിതത്തെക്കുറിച്ചുള്ള പ്രതീക്ഷ. ഈ ലോകത്തിൽ വേർപാട് പ്രാപിക്കാനാ പറഞ്ഞത് തമ്പുരാൻ. ടു ബി ഡിറ്റാച്ച്ഡ്, ഡിനൗൺസ് എവറിത്തിങ്. അതിന് അപ്പുറത്തൊരു ലോകമുണ്ട്. അതിനുവേണ്ടി ഇതിനെ നിസ്സാരമായി കരുതാനല്ലേ അവിടുന്ന് പറഞ്ഞത്, നിന്റെ കുരിശെടുക്കാൻ പറഞ്ഞപ്പോ. ആ കുരിശിന്റെ ജീവിതത്തിന്റെ പ്രാരാബ്ധങ്ങളുടെ വേദനയും ഉണ്ട്, ഇല്ലാന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ അത് പ്രഥമമായി നമ്മുടെയൊക്കെ ജീവിതത്തിന്റെ ഈ ഒരു സുരക്ഷിത മനോഭാവത്തോടുള്ള ഒരു വെല്ലുവിളിയായിട്ടാണ് എനിക്ക് തോന്നുന്നത്. മാത്രമല്ല അദ്ദേഹം ഐക്യദാർഢ്യം പുലർത്തുന്ന, സിനഡ് മൊത്തം ഐക്യദാർഢ്യം പുലർത്തുന്ന ഒരു മേഖലയുണ്ട്. സഹിക്കുന്നവരോട് ഞാൻ സഭ എല്ലാ കാലത്തും കൃതജ്ഞതയുള്ളവളാണ് സിനഡ് നിരീക്ഷിക്കുന്നു. ഏഷ്യ, ആഫ്രിക്ക, അതങ്ങനെ ഒരുപാട് പൂർവേഷ്യൻ രാജ്യങ്ങൾ,
അവിടെയൊക്കെ സഭ പീഡിപ്പിക്കപ്പെടുമ്പോൾ ഏറെ കൃതജ്ഞതയോടുകൂടെ സഭ അവരെ ആശ്ലേഷിക്കുന്നു, അവരെ ചൊല്ലി ദൈവത്തിന് നന്ദി പറയുന്നു. അപ്പൊ സഭയിൽ ഒരു അസ്വാഭാവികത കാണുന്നില്ല. അസ്വാഭാവികത കാണുന്നത് നമ്മളാ, അയ്യോ എന്ന് പറഞ്ഞിട്ട് അതൊക്കെ അങ്ങനെയൊക്കെ വേണോ എന്നുള്ളത്. 99 കടന്നു വരുമ്പോൾ ദൈവവചനവും ലോകത്തിലെ പ്രതിബദ്ധതയും എന്ന വാക്കാണ്. ഈ പ്രതിബദ്ധത എന്ന് പറഞ്ഞാൽ എന്താണെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. അതൊരു വിവർത്തനത്തിൽ വന്ന തകരാറോ പാക്കപ്പഴയോ എന്നൊക്കെ. അപ്പൊ നമ്മളെല്ലാരും പറയുന്നത് ഞാനിങ്ങനെ പ്രതിബദ്ധതയോടുകൂടെ സമീപിച്ചു എന്നൊക്കെയാണ്. സത്യത്തിൽ അങ്ങനെ ഒരു വാക്കൊന്നും ഇല്ല കേട്ടോ. ഇത് മലയാളമാണ്, മറ്റേ ഇംഗ്ലീഷ് ഇതല്ല. കമ്മിറ്റ്മെന്റ് അതാണ് അതിന്റെ ഇംഗ്ലീഷ്. അതിന് നമുക്ക് വേണമെങ്കിൽ പ്രതിജ്ഞാബദ്ധത എന്ന് പറയാം. പിന്നെ നിങ്ങൾ കേട്ട് ശീലിച്ചിട്ടുള്ളത് കൊണ്ട് പ്രതിബദ്ധത എന്ന് ഞാൻ പറയാം. പക്ഷെ ഒന്നുകൂടെ ഞാൻ പറയും, പ്രതിബദ്ധത എന്ന വാക്കിന്റെ അർത്ഥം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അഭിലാഷത്തിന് വിരോധമായി അന്യങ്കിൽ നിന്ന് ഭംഗം വന്നിരിക്കുന്ന സാധനത്തിന്റെ പേരാ പ്രതിബദ്ധത. വിരോധിക്കപ്പെട്ട സ്ഥലത്തിന്റെ പേരാ, സംഗതിയുടെ പേരാ ബദ്ധത, പ്രതിബദ്ധത. വിരോധിക്കപ്പെട്ടത് എന്നർത്ഥം. സംശയം ഉണ്ടെങ്കിൽ ശബ്ദധാരാവലിയിൽ നോക്കിയാൽ മതി. ഇതുമായിട്ടൊരു ബന്ധവുമില്ല. എന്നാലും വിവർത്തകൻ ഇത് ഉപയോഗിച്ചിട്ടുള്ളത് കൊണ്ടും നിങ്ങൾ ഇത് ഉപയോഗിക്കുമെന്ന് എനിക്ക് നല്ല ശങ്കയുള്ളത് കൊണ്ടും ഞാനൊരു കാര്യം പറയുന്നു. ദൈവവചനവും ലോകത്തിലേക്ക് ഈ ദൈവവചനം കൊണ്ടുവരാനുള്ള നമ്മുടെ കമ്മിറ്റ്മെന്റ്, ദ വേർഡ് ഓഫ് ഗോഡ് ആൻഡ് കമ്മിറ്റ്മെന്റ് ഇൻ ദ വേൾഡ്. അതാണ് എന്താണ് ഈ ലോകത്തിൽ ദൈവവചനം കൊണ്ടുവരാനുള്ള മനുഷ്യന്റെ പ്രതിബദ്ധത. അത് ഞാൻ ആ വാക്ക് തന്നെ ഉപയോഗിക്കുന്നത്. അല്ലെങ്കിൽ പ്രതിജ്ഞാബദ്ധത എന്നൊക്കെ പറഞ്ഞാൽ നിങ്ങൾക്കാകെ ഒരു ശങ്കയാവും. പ്രതിബദ്ധത എന്തുകൊണ്ടെന്നാൽ ദൈവത്തിന്റെ വചനം അതിന്റെ പൂർണ്ണമായ അർത്ഥം കൈക്കൊള്ളുന്നത്, അതിന്റെ പൂർണ്ണമായ എഫിക്കസി ഉണ്ടാകുന്നത്, ഒരു ഫലദായകത്വം ഉണ്ടാകുന്നത് മനുഷ്യന്റെ അസ്തിത്വത്തിൽ പ്രകാശം ചൊരിയുന്നത് കൊണ്ടാണ്. മനുഷ്യന്റെ മഹനീയതയാണ് എല്ലാ കാലത്തും ദൈവവചനം അനാവൃതമാക്കുന്നത്. ഈ മനുഷ്യ ജീവിതത്തെ കുറച്ചുകൂടെ ആഴത്തിൽ മനസ്സിലാക്കാൻ ദൈവവചനം നമ്മെ പ്രാപ്തരാക്കുന്നു. ഞാനിത് പറയുന്നത് വളരെ ശ്രദ്ധിച്ച് കേൾക്കണമേ എന്ന് ഞാൻ അപേക്ഷിക്കുകയാണ്. എന്താണ് നമ്മുടെ ജീവിതം കൊണ്ടുള്ള ഉദ്ദേശം എന്ന് യഥാർത്ഥമായും ആഴത്തിൽ അറിയാൻ മറ്റൊരു ശാസ്ത്രത്തിനും പറ്റില്ല. എല്ലാം ഊർധ്വം വലിക്കുന്നിടം വരെയുള്ളൂ ബാക്കി ശാസ്ത്രമൊക്കെ. ബാക്കി എല്ലാ ദൈവശാസ്ത്രമാണ്, ബാക്കി എല്ലാ മതശാസ്ത്രങ്ങളാണെങ്കിൽ പോലും ഊർധ്വം വലിക്കുന്നിടം വരെയുള്ളൂ. മരണമായി വലിച്ചു കഴിഞ്ഞാൽ പിന്നെ അതിനൊരു എക്സിസ്റ്റൻസ് ഇല്ല. എല്ലാ ശാസ്ത്രവും അന്നേരം പൂട്ടി, ഭൗതിക ശാസ്ത്രങ്ങളെല്ലാം പൂട്ടി, ബാക്കിയുള്ളവരൊക്കെ കണ്ണുപിടിച്ചിരിക്കും. എന്നാൽ മനുഷ്യന്റെ ചരിത്രം, മനുഷ്യന്റെ ജീവിതത്തിന്റെ അർത്ഥം എന്താണെന്ന് ആഴത്തിൽ മനസ്സിലാക്കുമ്പോൾ രണ്ട് കാര്യങ്ങൾ കുറെ കൂടെ നമ്മളുടെ ഹൃദയത്തിനകത്തേക്ക് നമ്മൾ മിഴിവോടുകൂടെ എഴുതി ചേർക്കേണ്ടത്. ഒന്നാമത്തേത് ഇതാണ്: മനുഷ്യന്റെ ചരിത്രം, മനുഷ്യ ചരിത്രം ദൈവത്തിന്റെ വിധിയുടെ കീഴിലാണ്. എന്ന് പറഞ്ഞാൽ ഒരു തീരുമാനത്തിന് അനുസൃതമാണ് എന്റെയും നിന്റെയും ജീവിതത്തിന്റെ ജീവിതത്തിന്റെ ബാക്കിയുള്ള കാലം. മനുഷ്യപുത്രൻ സകല മാലാഖമാരോടുമൊത്ത് പ്രതാപത്തിങ്കൽ വാനമേഘങ്ങളിൽ വരുന്ന സമയത്തുണ്ടല്ലോ ചില തീരുമാനങ്ങൾ ഉണ്ടാവുമെന്ന്. മനുഷ്യന്റെ ജീവിതത്തിന്റെ അർത്ഥം എന്താണ് എന്നുള്ളത് മനസ്സിലാക്കുന്നത് എപ്പോഴും യുഗാന്ത്യോന്മുഖമായ വസ്തുതകളുടെ പശ്ചാത്തലത്തിലായിരിക്കണം, അടിസ്ഥാനത്തിലായിരിക്കണം. അതാണ് ഇവിടെ ആദ്യമായി പറഞ്ഞു വെക്കുന്നത്. രണ്ടാമതായി ഏറ്റവും ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാര്യം, അതിനോടനുബന്ധിച്ചിട്ട് മറ്റൊരു കാര്യം കൂടി, ഏറ്റവും ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാര്യം, കടന്നു പോകുന്ന ഈ നിമിഷം. ഞാൻ പറയുന്നത് ഇതാണ്. ഈ നിമിഷം എന്ന് പറഞ്ഞാല് ഒരു അലങ്കാരമായിട്ട് പറയുന്നതല്ല. കടന്നു പോകുന്ന IST 21:31 എന്ന ഈ നിമിഷം. ഇത് കൂടുതൽ എനിക്ക് അടയാളപ്പെടുത്താനില്ല.
IST 21:31 എന്ന ഈ നിമിഷത്തിൽ, ഇപ്പൊ 32 32 എന്ന ഈ നിമിഷം എന്റെ ഭാവിയെ എങ്ങനെയാണ് സ്വാധീനിക്കുന്നത് എന്ന് ഞാൻ ചിന്തിക്കാറില്ല. എന്റെ ഭാവി എന്നത് ഉണ്ണാനും ഉടുക്കാനും വേണ്ടി നാളെ രാവിലെ എണീക്കുന്ന ഭാവി അല്ല പറഞ്ഞത്. എന്നേക്കുമുള്ള എൻ്റെ ഒരു ജീവിതമുണ്ട്. ഒന്നുകൂടെ അറിയണം, പലപ്പോഴും നമ്മൾ ഒരുതരം മാറ്റപ്പേരുകളായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയിടാവുന്ന പേരുകളായിട്ട് പറയാറുള്ള കാര്യമുണ്ട്. നിത്യജീവിതവും നിത്യജീവനും. രണ്ടും രണ്ടാ. എറ്റേണിറ്റി എന്നത് മനുഷ്യന്റെ വിധിയാണ്. നിത്യ സൗഭാഗ്യം എന്നത് അവന് ലഭിക്കുന്ന ആ സമ്മാനം ഉണ്ടല്ലോ, അതവൻ നേടിയെടുക്കണം ക്രിസ്തുവിൽ. നിത്യമായിട്ട് വേറെ ഒരു സാധനം കൂടെ ഉണ്ടല്ലോ, അവിടെയും നമ്മൾ ജീവിക്കുകയായിരുന്നു. അപ്പൊ ചുരുക്കത്തില് ഓരോരുത്തരും കണക്ക് കൊടുക്കേണ്ടി വരും. റോമാലേഖനത്തിന്റെ 3:19 ലോകം മുഴുവൻ ദൈവത്തിന്റെ മുമ്പാകെ കണക്ക് പറയാൻ ബാധ്യസ്ഥമായിരിക്കും. ഇത് മനുഷ്യന്റെ ജീവിതത്തിലേക്ക് കടത്തിക്കൊണ്ട് ചെല്ലാനുള്ള നമ്മുടെ ഏറ്റവും വലിയ ബാധ്യതയെ കുറിച്ചിട്ടാണ് പറയുന്നത്. ലോകത്തിലേക്ക് ഇത് പറയണം. ഈ ലോകമല്ല, വരാനിരിക്കുന്ന ഒരു ലോകത്തിന് വേണ്ടി തയ്യാറെടുക്കാനുള്ള കൃത്യമായ പ്രബോധനം അവർക്ക് നൽകാനുള്ള ബാധ്യസ്ഥത നമുക്കുണ്ടെന്നാണ് പറഞ്ഞു വരുന്നത്. ലോകത്തിൽ നമ്മൾ ദൈവത്തെ ഉണ്ണാനും ഉടുക്കാനും ഉണ്ടാക്കി തരുന്ന അത് അദ്ദേഹം പറയുന്നതല്ല, എന്നാലും ഞാൻ പറയുക, ഉണ്ണാനും ഉടുക്കാനും ഉണ്ടാക്കി തരുന്ന ഒരു പ്രസ്ഥാനമായിട്ട് കാണുകയല്ല. പ്രത്യുത ഈ ലോകത്തിൽ ഞാനും നിങ്ങളും ജീവിക്കുന്ന ഓരോ നിമിഷവും എന്റെ എറ്റേണിറ്റി ഫ്രെയിം ചെയ്യപ്പെടുകയാണ്. അതിലേക്കാണ് നാം നയിക്കപ്പെടുന്നത്. ഈ അടുത്ത കാലത്ത് ഒരു നല്ല പാട്ട് കേട്ടു. അത് ഞാൻ പാടിയാൽ വലിയ സാഹസമായി പോകും. അതുകൊണ്ട് ഞാൻ പറയാം ആ പാട്ട്. ആഴത്തിൽ എന്നോട് ഇടപെടണേ എന്നൊരു പാട്ടാണ്. എനിക്കറിയാം ഇതിനകത്ത് കുറെ പേരെങ്കിലും ഇപ്പൊ അത് പാടുന്നുണ്ട്. ആഴത്തിൽ എന്നോടൊന്ന് ഇടപെടണേ. എനിക്ക് ആ പാട്ട് വളരെ ഇഷ്ടപ്പെട്ടു. എന്താ അറിയോ, നമ്മളിപ്പോ ഇത് പാടുന്നത് നമ്മൾ തമ്പുരാനോട് എന്റെ ജീവിതത്തിൽ ഒന്ന് ഇടപെടാനാ പറയുന്നത്. നേരെ തിരിച്ചിട്ടാ സംഭവം. തമ്പുരാൻ അവിടുന്ന് ഇങ്ങോട്ട് പറയുക, എന്റെ ജീവിതത്തിലേക്ക് നീ ഒന്ന് ആഴത്തിൽ ഇടപെടും. നീ ആഴത്തിൽ ഇടപെടേണ്ടവൻ. അതായത് ഈ വിശ്വാസിയായി ആഴത്തിൽ ഇടപെടേണ്ടവൻ, പ്രാധാന്യം കൊടുക്കേണ്ടവൻ. അവന്റെ ജീവിതത്തിലും അവരന്റെ ജീവിതത്തിലും പ്രാധാന്യം കൊടുക്കേണ്ടത് അവനാ. തമ്പുരാൻ പ്രാധാന്യം കൊടുത്തിട്ടാണല്ലോ അവിടെ ഇരിക്കുന്നത്, ഇങ്ങോട്ട് ഇറങ്ങി വന്നത്. എന്റെ പിള്ളേര് വരാണ്ടിരിക്കുകയെന്നും പറഞ്ഞിട്ട് സ്വർഗത്തിന്റെ ഉമ്മറപ്പടിമേൽ അവൻ കെട്ടിക്കിടക്കുകയല്ലേ, ധൂർത്തപുത്രന്റെ അപ്പൻ ഇരുന്നത് പോലെ. അവൻ സ്വർഗം വിട്ടിറങ്ങിയിട്ട് തിരിച്ചു കയറിപ്പോയോ? ഇല്ലല്ലോ, അവിടെ ഇരിപ്പില്ലേ. വരാണ്ടിരിക്കുകയല്ല, എന്റെ പിള്ളേർക്ക് ഇതല്ലാതെ വേറെ ആശ്രയമില്ലെന്ന് പറഞ്ഞിട്ട്. ആഴത്തിൽ ഇടപെടേണ്ടത് നമ്മളാ. നമ്മുടെ ജീവിതം കൊണ്ടാണ് നമ്മൾ ഇടപെടേണ്ടത്. നന്മ, നീതി, അനുരഞ്ജനം, സമാധാനം അതൊക്കെ പിന്നെയാ വരുന്നത്. ഇതൊക്കെ അനന്തരഫലങ്ങളാണ്. നിലകൊള്ളേണ്ടത് ക്രിസ്തുവിന് വേണ്ടിയും ക്രിസ്തുവിന്റെ രാജ്യത്തിന് വേണ്ടിയുമാണ്. ക്രിസ്തുവിന്റെ രാജ്യം എന്ന് പറയുന്നത് ഇഹലോകത്തിലെ കുറച്ച് സമാധാനം മാത്രമല്ല, അതുണ്ട്. ഇഹലോകത്തിന്റെ വികസനം ഉണ്ട്, സാമൂഹിക വികസനമുണ്ട്, വിദ്യാഭ്യാസമുണ്ട്, നമുക്ക് സങ്കല്പിക്കാവുന്ന എല്ലാ വിധത്തിലുള്ള നന്മകളും ഉണ്ട്. പക്ഷെ അതൊക്കെ സുഗന്ധം മാത്രമാണ്. ഒരു വസ്തുവിന് സുഗന്ധമുണ്ടെങ്കിൽ ആ വസ്തു അതല്ല. അത് നിത്യതയിലേക്ക് പരന്നു കിടക്കുന്ന ക്രിസ്തുവിന്റെ രക്ഷണീയ ദൗത്യമാണ്. അതുകൊണ്ട് വളരെ ഒതുക്കി ദൈവവചനവും സമൂഹത്തിൽ നീതിയോടുള്ള പ്രതിബദ്ധതയും എന്നത് 100ാമത്തെ ഖണ്ഡികയിൽ പറഞ്ഞുകൊണ്ട് അദ്ദേഹം മുന്നേറുകയാണ്. സത്യസന്ധതയിലും നീതിയിലും മാനുഷിക ബന്ധങ്ങൾ പടുത്തുയർത്തണം. ദൈവത്തിന്റെ ദൃഷ്ടിയിൽ കുറെ കൂടി നീതിനിഷ്ഠമായ
ഒരു ലോകം സൃഷ്ടിക്കാനുള്ള ശ്രമം വേണം. വാസയോഗ്യമായ ഒരു ലോകം സൃഷ്ടിക്കാനുള്ള ശ്രമം വേണം. ദൈവവചനം അതിന് ജനങ്ങൾക്ക് പ്രചോദനം നൽകണം. ഒരു വിശദീകരണവും വേണ്ട. അടുത്തതായിട്ട് നമ്മൾ കാണാൻ പോകുന്ന സമീപഭാവിയിൽ യോഗം ഉണ്ടെങ്കിൽ കർത്താവ് അനുവദിച്ചാൽ നമ്മൾ കാണാൻ പോകുന്ന ലൗദാത്തോ സി എന്ന സുപ്രസിദ്ധമായ ഫ്രാൻസിസ് പാപ്പായുടെ ചാക്രിക ലേഖനം ഈ 100-നെ അടിസ്ഥാനപ്പെടുത്തിയുള്ളതാണ്. എങ്ങനെയാണ് ഈ ഭൂമിയെ ദൈവത്തിന് ദൈവിക പദ്ധതിക്ക് അനുസൃതമായ ഒന്നാക്കി മാറ്റേണ്ടത്, എവിടെയാണ് നമ്മൾ പരാജയപ്പെട്ടിരിക്കുന്നത്, എങ്ങനെയൊക്കെയാണ് നമ്മൾ ദൈവത്തിന്റെ ഈ പദ്ധതിക്ക് തുരങ്കം വെക്കുന്നത്, എങ്ങോട്ടൊക്കെ നമ്മൾ തിരിച്ചു നടക്കണം, ഇതിനെക്കുറിച്ചൊക്കെ സവിസ്തരം പ്രതിപാദിക്കുന്നതാണ്. നിങ്ങൾക്കറിയാവുന്നതുകൊണ്ട് ഞാൻ വിശദീകരണ ഭയം കൊണ്ട് അത് പറയുന്നില്ല. എന്നാലും ഇത്രയേ ഉള്ളൂ. ഒന്നാമത്തേത് ഇത്തരത്തിലുള്ള പ്രകൃതിപരമായ കാര്യങ്ങളിന്മേലുള്ള കുറെ കൂടി ക്രിയാത്മകവും മനുഷ്യോചിതവുമായ പ്രവർത്തനങ്ങൾ. രണ്ടാമത്തേത് ഈ ലോകത്തില് കുറെ കൂടി നീതിനിഷ്ഠമായ ഒരു സമൂഹം സൃഷ്ടിക്കുന്നത്. പ്രത്യക്ഷത്തിൽ അത് സഭയുടെ ചുമതലയല്ല എന്നുകൂടി അതിനകത്ത് പറയുന്നുണ്ട്. പ്രത്യക്ഷത്തിൽ അത് സഭയുടെ ചുമതലയല്ല. പക്ഷേ റേരും നോവേരും എന്ന ചാക്രിക ലേഖനം നിങ്ങൾ സമഗ്രമായി പഠിച്ചവരാണ്. സാമൂഹിക പുരോഗതിയിൽ സഭ എന്താണ് നിർദ്ദേശിച്ചിരിക്കുന്നത് എന്നുള്ളത് അവിടെ കൃത്യമായി അടയാളപ്പെടുത്തിയിട്ടുണ്ട്. നിത്യരക്ഷ എന്ന സംഗതിയിൽ ഊന്നിക്കൊണ്ട് തന്നെ മനുഷ്യന്റെ ശാശ്വതമായ ജീവിതവും രക്ഷയും അവന്റെ ജീവിതവും മുന്നിൽ പ്രഘോഷിച്ചുകൊണ്ട് തന്നെ സഭ സാമൂഹിക ജീവിതത്തിന്റെ സുസ്ഥിതിക്ക് വേണ്ടി നിലകൊണ്ടിട്ടുണ്ട്. അതിന്റെ പ്രധാന കാരണം അഥവാ ഏക കാരണം എന്ന് വേണമെങ്കിൽ വിശേഷിപ്പിക്കാവുന്നത് മനുഷ്യനിൽ ലീനമായിരിക്കുന്ന അവന്റെ മഹത്വമാണ്. ഈ മഹത്വം കൊണ്ടാണ് ക്രിസ്തു നമ്മെ രക്ഷിക്കാനായി ഭൂമിയിലേക്ക് വന്നത്. ഒരു വിലയില്ലാത്തവനെ എന്തിനാ രക്ഷിക്കാൻ പോകുന്നത്? അവനോട് എങ്ങനെ കിടന്നോട്ടെ എന്ന് വിചാരിച്ചാൽ പോരായിരുന്നു. സ്വപുത്രനെ ലോകത്തിലേക്ക് അയപ്പാൻ തക്കവണ്ണം ലോകത്തിലെ ഓരോ വ്യക്തിയെയും അത്രമാത്രം മഹനീയമായ അവന്റെ ആത്മാവിനെ സ്നേഹിച്ചു. വ്യക്തിയുടെ സംഘാതാവസ്ഥയായ സമൂഹത്തിന് അതുകൊണ്ട് തന്നെ വലിയ മഹനീയതയുണ്ട്. ആ സമൂഹത്തിൽ ച്യുതി ഉണ്ടാകുമ്പോൾ സഭ ഇടപെടണം. അതിനുള്ള ബാധ്യതയുണ്ട്. സദാചാരപരമായ പ്രശ്നങ്ങളിലും വ്യക്തികളുടെയും ജനതകളുടെയും നന്മയിലും ഇടപെടാൻ സഭയ്ക്ക് അധികാരമുണ്ട്, അവകാശമുണ്ട്, കടമയുണ്ട്. അതാണ് നമ്മൾ റേരും നോവാരിൽ കണ്ടത്. സർക്കാരുകളോട് സംസാരിച്ചു സഭ, മുതലാളികളോട് സംസാരിച്ചു, തൊഴിലാളികളോട് സംസാരിച്ചു. ഓർക്കുന്നുണ്ടാവും വ്യവസായിക വിപ്ലവത്തിന്റെ കാലഘട്ടങ്ങളില് സമൂഹമാകെ അപഭ്രംശത്തിന്റെ മാർഗത്തിലായിരുന്നപ്പോൾ മുതലാളിത്തത്തിന്റെയും അല്ലെങ്കിൽ ചൂഷണത്തിന്റെയും അടിമത്തത്തിലായിരുന്ന സമൂഹത്തിന് വേണ്ടി സഭ എത്രമാത്രം സുശക്തമായി സംസാരിച്ചു എന്ന് അത് നേരിട്ട് പറയുന്നില്ല എങ്കിൽ പോലും അങ്ങനെ റേരുന്നവാരിനെ ഇവിടെ സൂചിപ്പിക്കുന്നില്ല. പക്ഷെ ആത്മായ വിശ്വാസികളുടെ സാമൂഹികവും രാഷ്ട്രീയവുമായ ഇടപെടലുകൾ വേണം എന്ന് സഭ പറയുന്നുണ്ട്. അന്ന് സഭ നേരിട്ട് യൂറോപ്യൻ രാജ്യങ്ങളുടെ അവസ്ഥയിൽ ഇടപെട്ടു. അതുപോലെ തന്നെ താങ്കളുടെ ജീവിത വ്യവസ്ഥകളിൽ, രാഷ്ട്രീയ ചുറ്റുപാടുകളിൽ അത്തരത്തിലുള്ള ഇടപെടലുകൾ ഉണ്ടാകാൻ വേണ്ടി വിളിക്കപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ് പറയുന്നത്. വീണ്ടും വ്യക്തിയുടെ മനുഷ്യാവകാശങ്ങളെ സംബന്ധിക്കുന്ന കാര്യത്തിൽ സഭ ദത്തശ്രദ്ധയായിരിക്കണമെന്ന് 101 പറയുന്നുണ്ട്. ക്രിസ്തുവിന്റെ പെസഹാരഹസ്യത്തിന്റെ ലക്ഷ്യം തന്നെ മനുഷ്യന്റെ മഹത്വമാണ്. മനുഷ്യൻ എവിടെയൊക്കെ അധസ്ഥിതനായിരിക്കുന്നുവോ അവിടെയൊക്കെ അവനെ ഉയർത്താൻ വേണ്ടിയുള്ള ശ്രമം ഓരോ സുവിശേഷ പ്രഘോഷകന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകണം. ഓർക്കുന്നുണ്ടാവും പള്ളിയോടൊപ്പം പള്ളിക്കൂടം ഉണ്ടാക്കിയ പുണ്യവാൻ ചാവറ കുര്യാക്കോസ് ഇലിയാസച്ചൻ. കേരള നവോത്ഥാനത്തിന്റെ ബീജം ഇട്ടത്
ഇന്നയാളാണെന്ന് പറഞ്ഞ് മുടിഞ്ഞ തർക്കം നടന്നുകൊണ്ടിരിക്കുക. ഓരോരുത്തരും പറയുന്നത് താങ്കളുടെ ആളുടെ പേരാ. ആരും നേരിനെ അങ്ങനെ പറയാറില്ല. നേര് നിരങ്ങിയേ വരുള്ളൂ. ചാവറ കുര്യാക്കോസ് ഏലിയാസ് അച്ഛൻ കേരള നവോത്ഥാനത്തിൽ വഹിച്ച പങ്കെന്താണ് എന്നത് നിങ്ങളൊന്ന് ഗവേഷണത്തിന് വിഷയമാക്കിയാൽ ആ നിമിഷങ്ങളിൽ നമുക്കറിയാം, സുവിശേഷ പ്രഘോഷണത്തിന് വേണ്ടി ഇറങ്ങിപ്പുറപ്പെട്ട ആ പുണ്യപിതാവ് ഒരേ സമയം മനുഷ്യരുടെ ജീവിതത്തിലേക്ക് സുവിശേഷം എത്തിച്ചു കൊടുക്കുക മാത്രമല്ല ചെയ്തത്, അതേസമയം അധസ്ഥിതന്റെ ജീവിതത്തിലേക്ക് അറിവും ബലവും ആശ്വാസവുമായി കടന്നു ചെന്നു എന്ന് നമ്മൾ അറിയുന്നു. അത് തന്നെ ഇവിടെ പറഞ്ഞിരിക്കുന്നത് 101 പറയുന്നത് ഇതേ കാര്യങ്ങൾ തന്നെയുള്ളൂ. വീണ്ടും ദൈവവചന പ്രഘോഷണവും ജനതകൾക്കിടയിലെ സമാധാനവും എന്ന് പറയുന്ന ഒരു ഭാഗമാണ് അടുത്തത്. ക്രിസ്തുവാണ് നമ്മുടെ സമാധാനം. ശരിക്കും പറഞ്ഞാല് ഈ 1961-ലെയാണെന്ന് എനിക്ക് തോന്നുന്നു, ആ ഡേറ്റ് ഞാൻ ഓർക്കുന്നില്ല. പാച്ചം ഇൻ തേരിസ് എന്ന് പറയുന്ന ജോൺ 23-ാമന്റെ ഒരു ചാക്രിക ലേഖനമുണ്ട്, ഭൂമിയിൽ സമാധാനം. കാത്തോലിക്ക സാമൂഹിക പ്രബോധനങ്ങളിലെ ഏറ്റവും ചെറുതെന്ന് നമുക്ക് വേണമെങ്കിൽ വിശേഷിപ്പിക്കാവുന്ന ഒരു പുസ്തകമാണ്. കഷ്ടി ഒരു പാട്ടുപുസ്തകത്തിന്റെ വലുപ്പമേ ഉള്ളൂ, പഴയ സിനിമ പാട്ടുപുസ്തകത്തിന്റെ. പക്ഷെ അതുണ്ടാക്കുന്ന ഉൾക്കാഴ്ചയും അത് ഹൃദയത്തിൽ തരുന്ന ആ ഒരു പ്രകമ്പനവും അചിന്യം. അദ്ദേഹത്തിന്റെ ആദ്യത്തെ വാക്ക് തന്നെ ഇങ്ങനെയാണ്: സുവിശേഷ മൂല്യങ്ങൾക്ക് അനുസൃതമായി ഈ ഭൂമിയിൽ നിയമവും രാഷ്ട്രീയവും സംസ്കാരവും എല്ലാം അനുസൃതമാകാത്തിടത്തോളം കാലം സമാധാനം നമ്മിൽ നിന്ന് അകലെയായിരിക്കും. 1961 ശീതസമരമൊക്കെ കൊട്ടുംപിരി കൊണ്ടിരിക്കുന്ന കാലഘട്ടമാണ്. നമുക്ക് രാഷ്ട്രീയ ചരിത്രങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയാവുന്നതാണ്. ആ കാലഘട്ടത്തിലാണ് ഭൂമിയിൽ സമാധാനം എന്ന് പറയുന്ന ഈ അപ്പസ്തോലിക ചാക്രിക ലേഖനം അദ്ദേഹം എഴുതിയത്, ജോൺ 23-ാമത്തെ. ക്രിസ്തുവാണ് നമ്മുടെ സമാധാനം. ആ ഒരു ചെറിയ പുസ്തകത്തിന് അതേ പറയാനുള്ളൂ, എല്ലാ കാലത്തും എപ്പോഴും അതേ പറയാനുള്ളൂ. ക്രിസ്തുവാണ് നമ്മുടെ സമാധാനം. മാത്രമല്ല അദ്ദേഹം പറയുന്ന ഒരു കാര്യം വളരെ ശ്രദ്ധിച്ചു കേൾക്കണം, കാരണം ഇത് രണ്ടാമത് ഇനി പറയുന്നില്ല, വിശദീകരണവുമില്ല. മതവിശ്വാസത്തിന് ഒരിക്കലും അസഹിഷ്ണുതയും യുദ്ധവും ന്യായീകരിക്കാനാവില്ല. കഴിഞ്ഞുപോയ യുദ്ധവും വരാനിരിക്കുന്ന യുദ്ധവും നടന്നുകൊണ്ടിരിക്കുന്ന യുദ്ധങ്ങളും എല്ലാം പരാമർശിച്ചുകൊണ്ടാണ് പറയുന്നത്. മതവിശ്വാസത്തിന് ഒരിക്കലും ഒരു യുദ്ധവും ഒരു അസഹിഷ്ണുതയും ന്യായീകരിക്കാനാവുകയില്ല. സമാധാനത്തിന്റെ ഉപകരണമാകാൻ വേണ്ടി വിളിക്കപ്പെട്ടിരിക്കുന്നവരാണ് നമ്മൾ. സമാധാനം സാധ്യമാണ്, ക്രിസ്തുവിൽ സാധ്യമാണ്. ഇത് പറയാൻ വേണ്ടിയാ ജനതകൾക്കിടയിലേക്ക് സമാധാനം സാധ്യമാണ് എന്ന് പറയാനുള്ള വിളിയാ നമ്മുടേത്. പോരടിച്ചു നിൽക്കുന്ന വൈരികളെ പോലെ തറ്റുടുത്ത് താറുടുത്ത് തുടക്കി തള്ളി നിൽക്കുന്ന വിവിധ വിശ്വാസങ്ങളുടെ ഇടയിലേക്ക് സമാധാനം സാധ്യമാണ് എന്ന് പറയാൻ വിളിക്കപ്പെട്ടിരിക്കുന്നവരാണ് നമ്മൾ. വീണ്ടും പ്രായോഗിക പരസ്നേഹത്തെ കുറിച്ചിട്ടാണ് അദ്ദേഹം പറയുന്നത്. ദൈവവചനത്തിന്റെ പ്രായോഗിക പരസ്നേഹപരമായ കാര്യങ്ങളെ സംബന്ധിച്ചിട്ട് നാം കേൾക്കുന്ന വചനം നടപടികളായിട്ട് മാറണം. ഇതോടുകൂടി ഞാൻ ഇത് അവസാനിപ്പിക്കുകയാണ്. നാം കേൾക്കുന്ന കാര്യങ്ങൾ നടപടികളായിട്ട് മാറണം. എന്താ ഇപ്പൊ നടപടി എന്ന് പറഞ്ഞാല് അത് സ്നേഹത്തിന്റെ നടപടിയാണ്. സ്നേഹത്തിന്റെ നടപടികൾ ഉണ്ടെങ്കിൽ മാത്രമേ സുവിശേഷത്തിന് വിശ്വാസ്യത ഉണ്ടാകുള്ളൂ. അവരെ കാണണം, അനുഭവിക്കണം. കേൾക്കണം എന്നത് ആദ്യത്തെ പടി, പിന്നെ കാണണം, പിന്നെ അനുഭവിക്കണം. ഈ 3 പടിയും കൂടി ഉണ്ടെങ്കിൽ മാത്രമേ ഇതിന് വിശ്വസനീയതയുള്ളൂ. അതുകൊണ്ട് പറഞ്ഞു വരുന്നത് ഇതാണ്: പരസ്നേഹത്തിന്റെ പ്രവർത്തനങ്ങളില്ലാത്ത എല്ലാ പ്രഘോഷണങ്ങളും അതിൽ തന്നെ അത് വന്ധ്യമാണ്. ദേവൂസ് കാരിത്താസത്തിന്റെ 28 ദൈവം സ്നേഹമാകുന്നു എന്ന തന്റെ പ്രഥമ പ്രബോധനത്തിന്റെ 28-ാം ഖണ്ഡികയില് ബെനഡിക്ടോസ് 16-ാമൻ തിരുമേനി പറയുന്ന കാര്യമുണ്ട്.
സ്നേഹത്തെ ഒഴിവാക്കാൻ ആരെങ്കിലും ശ്രമിച്ചാൽ അതിന്റെ അർത്ഥം മനുഷ്യനെ ഒഴിവാക്കുക എന്നതായിരിക്കും. സ്നേഹത്തെ ഒഴിവാക്കിയാൽ മനുഷ്യനെ ഒഴിവാക്കി എന്നാണ് അതിന്റെ അർത്ഥം. അപ്പോ ദൈവവചനത്തിന്റെ പ്രഘോഷണം എന്താണ് എന്നതിന്റെ ഒരു ലിറ്റ്മസ് എന്താണ്? അത് ഇത്രയേ ഉള്ളൂ. നിയമത്തിന്റെ അതുപോലെ തന്നെ സർവ്വ വിശുദ്ധ ലിഖിതങ്ങളുടെയും പൂർത്തീകരണമാണ് സ്നേഹമെന്ന് മനസ്സിലാക്കുക. വിശുദ്ധ അഗസ്തീനോസ് പറയുന്നത് ദൈവത്തോടും അയൽക്കാരനോടുമുള്ള സ്നേഹത്തിൽ വളരാൻ കഠിനമായി പ്രയത്നിക്കാത്തവൻ തനിക്ക് വിശുദ്ധ ലിഖിതങ്ങൾ മനസ്സിലായിട്ടുണ്ട്, അല്ലെങ്കിൽ ഏതെങ്കിലും ഭാഗങ്ങൾ മനസ്സിലായിട്ടുണ്ട് എന്ന് അവകാശപ്പെട്ടാൽ അയാൾ ഇനിയും അതൊന്നും മനസ്സിലാക്കിയിട്ടില്ല എന്ന് ചുരുക്കം. വിശുദ്ധ അഗസ്തീനോസ് പറയുക. എന്താ പറഞ്ഞതെന്നുള്ളത് ഒന്നുകൂടെ പറഞ്ഞുകൊണ്ട് നമ്മൾ ഇന്നത്തെ പടം മടക്കുക. നിയമത്തിന്റെ പൂർത്തീകരണമാണ്, അതുപോലെ തന്നെ സർവ്വ വിശുദ്ധ ലിഖിതങ്ങളുടെയും പൂർത്തീകരണമാണ് സ്നേഹമെന്ന് മനസ്സിലാക്കുന്നത് വളരെ അടിസ്ഥാനപരമായ സംഗതിയാണ്. അയൽക്കാരനോടും ദൈവത്തോടുമുള്ള ഈ ഇരട്ട സ്നേഹമുണ്ടല്ലോ, ദ്വിമുഖ സ്നേഹം, അതിൽ വളരാൻ കഠിനമായി പ്രയത്നിക്കാത്ത ഒരുവന് ഏതെങ്കിലും ദൈവവചനം എനിക്ക് അറിയാമെന്നോ വിശുദ്ധ ലിഖിതങ്ങൾ മനസ്സിലായിട്ടുണ്ടെന്നോ അല്ലെങ്കിൽ ഏതെങ്കിലും ഭാഗം മനസ്സിലായിട്ടുണ്ടെന്നെങ്കിലും അവൻ ക്ലെയിം ചെയ്താൽ അതിന്റെ അർത്ഥം അവൻ ഒന്നും മനസ്സിലായിട്ടില്ല എന്നാണ്. ഇനി നമുക്ക്